മഹത്വം. താങ്ക് യു ജീസസ്. ഈ വൈകിയ വേളയില് കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. സോ ഐ ഡോണ്ട് നോ, സോ മെനി ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു എനിക്ക് ഈ മീറ്റിംഗിലേക്ക് എൻ്റർ ചെയ്യാൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്തോ വലിയ അത്ഭുതം ഇതിനകത്ത് കരുതി വെച്ചിട്ടുണ്ട് എന്ന്. പ്രിയ കൂട്ടായ്മയിലേക്ക് പ്രിയ സിസ്റ്ററെയും കുടുംബത്തെയും കർത്താവെ അങ്ങയുടെ നാമത്തിൽ കൂടി വന്ന ഓരോ ജനത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇവിടെ കൂടി വന്ന ഓരോ ദേവീദാസന്മാരെ ദാസിമാരെ പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര അനോയിന്റിങ്ങിനാൽ വലിയ വേലയ്ക്ക് വേണ്ടി ദൈവം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഓരോ ചെറിയ ഗ്യാതറിങ്ങിലും ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കുന്നു. പണ്ടൊക്കെ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, വലിയ വലിയ സഭാ മീറ്റിങ്ങുകള്, അനോയിന്റഡ് ആയിട്ടുള്ള ചേർച്ചുകള്, അവിടെ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കൂ എന്ന്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുറഞ്ഞ 2-3 വർഷങ്ങളിൽ എനിക്ക് കണ്ടറിയാനും കണ്ടറിയുകയും ചെയ്ത സത്യം എന്തെന്നാൽ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഐക്യമത്യപ്പെട്ട് എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ദൈവം വാസ്തവമായി വസിക്കുന്നുണ്ട്. ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്, അടയാളങ്ങൾ സംഭവിക്കുന്നുണ്ട്. റമന ഷീഖ റാബ ബാബ, ഞാനൊരു സത്യം എൻ്റെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുവാൻ ഇടയായത് എന്തെന്നാല്, കർത്താവ് ഇറങ്ങുകയും കർത്താവിന്റെ ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയും അവിടേക്ക് കയറുകയും ചെയ്യുന്ന ഗോവണി എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകാനിട വന്നു. ഞാനൊരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല, ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എനിക്കില്ല. പക്ഷെ എനിക്കൊന്നറിയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു മാനദണ്ഡവും ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പ്രവർത്തിക്കാനും നമ്മളോട് ഇടപെടാനും നമ്മളോട് സംസാരിക്കാനും നമ്മളെ എഡ്യൂക്കേഷനോ നമ്മളെ കഴിവുകളോ നമ്മളെ സാമ്പത്തിക അറ്റ്മോസ്ഫിയറോ നമുക്കുള്ള ഇൻഫ്ലുവൻസോ ഒന്നും കർത്താവിന് ആവശ്യമുള്ള. ദൈവമായതുകൊണ്ട് മോശയെ എവിടെ നിന്ന് വിളിച്ചോ നമുക്കറിയാമല്ലോ. രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴല്ല അല്ലെ, ഒരു മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ, അതേപോലെ ഏതവസ്ഥയിൽ ഇരുന്നാലും അവിടെ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ അനോയിന്റിങ് നമ്മളെ മേൽ പകരണമെങ്കിൽ നമ്മുടെ ദൈവത്തിന് സാധിക്കും. നമുക്കറിയാലോ ദാവീദിനെ എങ്ങനെയാ അനോയിന്റ് ചെയ്തത്. എല്ലാ മക്കളുടെ പേര് പറഞ്ഞു, പക്ഷെ ഒരാൾ കാട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. ദൈവത്തിന്റെ ആത്മാവ് ഏത് കാട്ടിനുള്ളിലും ഏത് മരുഭൂമിക്ക് നടുവിലും ഇറങ്ങിച്ചെന്ന് എന്ത് ചെയ്യും എന്നറിയാവോ, തൻ്റെ പ്രിയനെ തേടി വന്ന് സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സോ ഐ എം സോ ഹാപ്പി. കർത്താവിന്റെ പ്രവൃത്തികളെ, ആ പ്രവർത്തിക്കുന്ന രീതി മനസ്സിലാക്കിയപ്പോഴേ എൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിക്കാൻ ഇടവന്നു. കാരണം ഇന്ന് പലർക്കുമില്ലേ നല്ല അനോയിന്റഡ് ചർച്ച് വേണം അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അല്ലെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഒരുപാട് അഭിഷിക്തന്മാരുള്ള ചേർച്ചുകള്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ചേർച്ചുകള്. പക്ഷെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നത് നമ്മളെ വീട്ടിലുള്ള ഒരു മുത്തശ്ശി മതി ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം. ഒന്നും അറിയാതെ, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതെ, എൻ്റെ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു മുത്തശ്ശി, ഗ്രാൻഡ് മദർ, എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ അല്ലേ, കൈപിടിച്ച് നടത്തേണ്ട ഒരു സോള് മതി. നമ്മളെ സ്നേഹിക്കുന്ന ഒരു സോള് മതി പരിശുദ്ധാത്മാവിന്റെ വലിയ അനോയിന്റിങ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും. താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്. ഞാൻ എൻ്റെ ടെസ്റ്റിമണി ഇവിടെ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഷെയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ബൈബിൾ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഹൃദയത്തിൽ ദൈവവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെ അറിയുവാൻ വേണ്ടി ഭയങ്കരമായ ഒരു ആശ ജനിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് കർത്താവിന്റെ നാമത്തെ അറിയുവാൻ ഇടവന്നത്. അത് ഞാൻ തന്നെ പോയി ബൈബിള് വാങ്ങിച്ച് യേശുവിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. കാരണം ഞാൻ ഒന്നും കൂടി ആ ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക.
ഞാൻ +2 പഠിച്ചു. എഞ്ചിനീയറിങ്ങിന് പോളിടെക്നിക്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കോളേജിലേക്ക് ഏകദേശം 1 hour ട്രാവലിംഗ് ഉണ്ട്. ഈ 1 മണിക്കൂർ ട്രാവലിംഗിൽ ബസ്സിൽ ഇരിക്കുമ്പോൾ ആ ബസ്സിൽ പോകുന്ന ആ CSI ചർച്ചിന്റെ ചുമരിൽ എഴുതി വച്ച വചനങ്ങൾ നിരന്തരം വായിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഒരു പോയറ്റിക്കൽ വേർഡ് പോലെയായിരുന്നു ഞാൻ അന്ന് വായിച്ചിരുന്നത്. എനിക്ക് ഒക്കെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു. നന്നായി പഠിക്കുമായിരുന്നു. എനിക്ക് പല അങ്ങനെ ഇഷ്ടമാണ്. കഥ എഴുതാൻ ഇഷ്ടമാണ്, കവിത എഴുതാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. സോ എനിക്കൊരു പോയറ്റിക്കൽ വേർഡ് പോലെയാണ് അന്ന് എൻ്റെ ആ ഏജിൽ എനിക്ക് കർത്താവിന്റെ വചനം മനസ്സിലായത്. പക്ഷെ അത് ഓരോ വാക്കും വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്. പിന്നെ ഞാനത് ഒന്നും കൂടി ആഴത്തില് അത് മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് തോന്നി ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം എനിക്കൊന്ന് വായിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇന്ന് എത്ര പേരോട് സുവിശേഷം പറഞ്ഞ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ അവസ്ഥ ആലോചിക്കുക. ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എനിക്കില്ല. ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലല്ല, ഒരു കോളേജിലല്ല പഠിച്ചത്. എൻ്റെ വീട്ടിലെല്ലാം അമ്പലങ്ങളും അമ്പലവാസികളും ആയിട്ടുള്ള ആൾക്കാരാണ് വീട്ടിന് ചുറ്റിലുള്ളത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഇട്ട് തന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ഇന്ന് ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. അത് എത്ര പറഞ്ഞാല് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു. അത് നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമല്ല, അത് ആത്മാവിന്റെ തെരഞ്ഞെടുപ്പാണ്. എനിക്ക് ഹൃദയം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ സത്യമാ. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ആ സമയത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ട്രാവലിങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു നീ എന്നാ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ പോയി താമസിച്ച സമയത്ത് എനിക്ക് ഡെയിലി എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ചെലവഴിക്കാനുള്ള അന്ന് എനിക്ക് തോന്നുന്ന ഒരു മാക്സിമം ഒരു 85, 90, 100 രൂപ ഇത്രയൊക്കെ കുഞ്ഞുങ്ങളെ കയ്യിൽ കൊടുക്കത്തുള്ളൂ. ആ ഒരു പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോ അന്ന് അതിന്റെ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ തൊട്ട് മുന്നിൽ ഒരു ബൈബിൾ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു എനിക്കൊരു ബൈബിൾ തരാമോന്ന്. അവിടെ എനിക്ക് തോന്നുന്ന CSI അങ്ങനെയുള്ള ചേർച്ചുകളാന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ തപ്പി നോക്കിയപ്പോ എനിക്ക് ഏറ്റവും ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയി തോന്നിയ ഒരു പുസ്തകം അങ്ങനെയാണ് ഞാൻ വാങ്ങിയത്. അതിന്റെ പുറം കവറൊക്കെ കാണാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം ഞാൻ വാങ്ങി. ഞാൻ എന്നിട്ട് അവിടെ ബൈബിൾ വെക്കുന്ന അവരോട് ഞാൻ ചോദിച്ചു, ആ ബ്രദറോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് യേശുവിനോട് പ്രാർത്ഥിക്കുക, അങ്ങനെ എന്തെങ്കിലും പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവരെനിക്ക് ഹൗ ടു പ്രേ എന്നുള്ള പുസ്തകം എനിക്ക് തന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നൊക്കെ ചൊല്ലുന്ന പുസ്തകം എനിക്ക് എടുത്ത് കയ്യിൽ തന്നു. പക്ഷെ ഞാൻ അതൊന്നും ചൊല്ലുവാൻ ഇടവന്നില്ല. ഞാൻ ഈ ബൈബിൾ തുറന്ന് അതിന്റെ ആദ്യത്തെ ഉൽപ്പത്തി മുതൽ വായിക്കാൻ തുടങ്ങി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക് വായിക്കാൻ. ഒരു സ്റ്റോറി വായിക്കുന്നത് പോലെയാണ് ഞാൻ ബൈബിൾ വായിച്ചത്. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലേ, നമ്മൾ പറയുന്ന ഒന്നുമല്ല. എനിക്കറിയാം എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന ദൈവം എന്താണെന്നറിയാം. ഒരു സ്റ്റോറി വായിക്കുന്ന കൗതുകത്തോടു കൂടിയ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, അതിൽ ആദ്യത്തെ കുഞ്ഞുണ്ടായി. എന്തോ ഒരു കൗതുകമായിരുന്നു എനിക്കത് വായിച്ചു പോകാൻ. ഒരു സ്റ്റോറി ബുക്ക്. കാരണം എനിക്കൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എനിക്ക് യേശു ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. എന്തോ ഒരു അട്രാക്ഷൻ. ഇത് വായിച്ചിട്ടില്ലേ, ഞാൻ ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയപ്പോ എനിക്ക് ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്നു. പകുതി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിക്കുക ഞങ്ങളെ ദൈവം പോലെ തന്നെയാണല്ലോ. ഇതിൽ അമ്പലങ്ങൾ പണിയുന്നു, പള്ളികൾ പണിയുന്നു, പല സാധനങ്ങള് എന്താ പറയാ, ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വെളിച്ചം ഉണ്ടാകുക? ഒരുപാട് സംശയങ്ങൾ എനിക്ക്. എല്ലാറ്റിനും ഞാൻ പെൻസിൽ കൊണ്ടില്ലേ ഒരു പഠിക്കുന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കുക, അതുപോലെ ഈ ബൈബിളിനകത്തേക്ക് ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാനിട വന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചൊരു സാധാരണ കെമിസ്ട്രി ഫിസിക്സിന്റെ ബുക്കിലല്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കി. ഞാൻ എൻ്റെ ബൈബിളിനകത്തായിരുന്നു റൗണ്ട് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരാളും ആൻസർ ചെയ്യാതെ പരിശുദ്ധാത്മാവ് തന്നെ ഞാൻ ആ വട്ടമിട്ട് വെച്ച എല്ലാ സർക്കിളിനെയും എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തന്നു.
പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ എൻ്റെ ചുറ്റിലിരിക്കുന്ന പലർക്കും അറിഞ്ഞുകൂടാത്തത്, പല വ്യക്തികൾക്കും ആൻസർ കിട്ടാത്ത പല ആത്മീക സത്യത്തിന്റെ രഹസ്യങ്ങള് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്നെ ആദ്യം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവെ എങ്ങനെയാ, അന്ന് ചോദിച്ച ദൈവമേ എങ്ങനെയാ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വെളിച്ചമുണ്ടാകുക? അതിൽ എനിക്ക് ഐ വാണ്ട് ടു സംതിങ് ക്ലാരിഫൈ ഹിയർ. എനിക്കിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വട്ടം വിട്ടു വെച്ചു, ജെന്യൂൻ ആയിട്ട് വട്ടം വിട്ടു വെച്ചു. കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു എങ്ങനെയാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വെളിച്ചമുണ്ടാകുക എന്ന്. ഇന്ന് സയൻസ് ലോകം, സയന്റിസ്റ്റ് ലോകങ്ങളെ എത്ര സെർച്ച് ചെയ്താൽ കണ്ടുപിടിച്ചാൽ കാണാത്ത സത്യമാ അത്. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് എന്ന് അല്ലെ. പണ്ട് ഞാനൊക്കെ പഠിച്ചത് അന്ന് ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഫോടനത്താലാണ് ഭൂമിയിൽ സകലതും ഉണ്ടായത്. ആ സ്ഫോടനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സയന്റിസ്റ്റിന് എന്തോ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു സ്ഫോടനം എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം അല്ലെ. സ്ഫോടനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകുക എന്താ, വലിയൊരു ശബ്ദം. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു വലിയ ശബ്ദത്താലാണ് ഭൂമി ഉണ്ടായത്. ചിലപ്പോൾ സയന്റിസ്റ്റിന് അത് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കാം, എന്തോ ഒരു വലിയ ശബ്ദം. പിന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി വെച്ച് 2009 മാതൃഭൂമി പേപ്പറിന്റെ സെന്ററിൽ ശാസ്ത്ര ഗവേഷണം എന്ന് പറഞ്ഞു പണ്ട് എപ്പോഴും ഒരു ഷീറ്റ് വരുമായിരുന്നു. മാതൃഭൂമി ഇപ്പോഴുണ്ടോ എനിക്ക് അറിയത്തില്ല. മാതൃഭൂമിയുടെ മ്യൂട്ടാ മോളെ, മ്യൂട്ടായി പോയി. പ്രൈസ് ഗോഡ്. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. മാതൃഭൂമി പേപ്പറിന്റെ സെന്ററിലുള്ള പേജിനകത്ത് ഒരു സയന്റിഫിക് ന്യൂസ് ഇങ്ങനെ വന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമി ഉണ്ടായത് ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സ്ഫോടനത്താലല്ല, വലിയ ആംപ്ലിറ്റ്യൂഡുള്ള ശബ്ദ തരംഗങ്ങളാലാണ് ഭൂമി ഉണ്ടായത്. ആ ആംപ്ലിറ്റ്യൂഡ് ആ സൗണ്ട് വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വലിയ വെള്ളത്തിൽ, വലിയ ജലാശയത്തിൽ ഒരു വലിയൊരു കല്ല് വീണാൽ ഉണ്ടാകുന്ന തിരമാല എങ്ങനെ ഇരിക്കുമോ അതുപോലെയുള്ള ആംപ്ലിറ്റ്യൂഡാണ് അതിന്റെ വേവ്സ് ആണ് ആ സൗണ്ട് വേവ്സിനുള്ളത് എന്നൊരു ഗവേഷണം ചെയ്തതിന്റെ റിപ്പോർട്ട് വരാനിടയായി. ഞാൻ വായിച്ച പുസ്തകത്തിൽ, ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, യഹോവയുടെ ശബ്ദം ആർത്തിരച്ചു വരുന്ന തിരമാലയ്ക്ക് സമം. ആ ശബ്ദത്തിന്റെ ആംപ്ലിറ്റ്യൂഡാ കാണിച്ചത്, ആ ശബ്ദത്തിന്റെ സ്റ്റൈലാണ് കാണിച്ചിരിക്കുന്നത്. എന്താ, ആർത്തിരച്ചു വരുന്ന തിരമാലയോട് സമമായ ശബ്ദമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. എനിക്ക് മനസ്സിലായി, ശബ്ദ തരംഗത്താലാണ് ഇന്ന് ഭൂമി ഉണ്ടായിരിക്കുന്നത്. അത് ആരുടെ ശബ്ദമാ? ദൈവത്തിന്റെ ശബ്ദത്താൽ. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമുക്കറിയാം, സയൻസ് പറയുന്നു എന്താ, ഒരു കോഴി ഉണ്ടായത്, കോഴിയുടെ മുട്ട ഉണ്ടായത്. ഇന്നും സയൻസിന് ആൻസർ ഇല്ല. പക്ഷെ ബൈബിളിലെ വചനത്താൽ എന്തുണ്ടാക്കി? സകല ഇഴജാതികളെ, മത്സ്യത്തെ, പറവകളെ, സസ്യത്തെ, ജലജന്തുക്കളെ എല്ലാം ദൈവം ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയ്ക്ക് എത്രയോ അപ്പുറമാ. അഗാധമായ ജ്ഞാനത്തിന്റെ ഉറവിടമാ ദൈവം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിയ ജ്ഞാനത്തിന്റെ ഉറവിടമാ. താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്. ആ ചെറിയ ടീനേജില് 17-18 വയസ്സായ സമയത്ത് ദൈവത്തെ വാസ്തവമായി വായിച്ചു മനസ്സിലാക്കുവാൻ ദൈവം എനിക്കൊരു കൃപ തന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ന് എന്റെ വീട്ടിനകത്ത് എന്റെ അച്ഛന്, അമ്മ, എന്റെ അനിയൻ ദൈവത്തിൽ പാസ്റ്ററായി ശുശ്രൂഷ ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡ്, എന്റെ ദേശത്തുനിന്ന് ഒരുപാട് പേര് ഈ ഒരു ചെറിയ പെൺകുട്ടികളുടെ മേലെ വെളിച്ചം ഉദിച്ചതിന്റെ പേരില് ഒരു വലിയൊരു ദേശത്ത് കർത്താവിന്റെ നാമം അറിയാനിട വന്നു. ഒത്തിരി പേര് ദൈവത്തിന്റെ നാമം അറിയാനിട വന്നു. പ്രൈസ് ഗോഡ്. ഞാൻ വിവാഹം
പഠിക്കുന്ന സമയത്ത് പോലും എനിക്ക് ഈ ബൈബിളിലെ കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. ഒരു ഹൈന്ദവ പ്രകാരമുള്ള മാരേജ് തന്നെയാണ് എനിക്ക് കഴിഞ്ഞത്. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ അന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ഗോസ്പല് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. യേശു ദൈവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. യേശു അത് അങ്ങനെ ഒരു ഗോസ്പലിന്റെ സുവിശേഷം എനിക്കില്ലായിരുന്നു. എനിക്ക് കിട്ടിയ ദൈവത്തെ ഞാൻ അറിയുക, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇതിൽ സുവിശേഷം ഉണ്ടെന്നും മിനിസ്ട്രി ഉണ്ടെന്നും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുന്ന ദുഃഖത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു പോകുന്ന ഓരോ അവസ്ഥയിലും എനിക്ക് മതിയായ ഒരു ദൈവമാണ് യേശു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം എനിക്ക് ആ ദൈവവുമായിട്ടൊരു വൺ കണക്ഷൻ വേണമെന്ന അഗാധമായ ആശ മാത്രമേ എനിക്ക് അന്നുണ്ടായിട്ടുള്ളൂ. കാരണം എനിക്ക് ഗോസ്പലിനെ പറ്റി അറിയത്തില്ല, ഒരു ചർച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സാധാരണമായ രീതിയിൽ തന്നെയാണ് ഈ ബൈബിളും വെച്ചേച്ച് ഞാൻ എന്ത് ചെയ്തത്, ഒത്തിരി വർഷങ്ങൾ ഞാൻ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് കർത്താവുമായിട്ട് ഇടപെടുന്ന ഒരു ശീലം, ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ബന്ധം ദൈവം എനിക്ക് തന്നു. ഞാൻ ഇന്ന് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് തോന്നിയ ഒരു കാര്യം, ഇന്ന് പല സഭകളിലും ഓടി എല്ലാവരും സഭയ്ക്കകത്ത് പോയി പ്രവാചകന്മാരെ കാണുന്നു, കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ കാണുന്നു, പാസ്റ്ററിനെ കാണുന്നു, സ്പിരിച്വൽ ഫ്രണ്ട്സിനെ കാണുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിന് പോലും ഡീപ്പായിരുന്ന് കർത്താവിനോട് ഒരു ആലോചന ചോദിക്കുകയോ ഒരു ദൈവവുമായിട്ടുള്ളൊരു സംസാരം വളരെ കുറഞ്ഞു പോകുന്ന ഒരു ചുറ്റുപാടാണ് ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കാണുവാനിട വന്നത്. പ്രൈസ് ഗോഡ്. ഞാനൊരു സത്യം പറയട്ടെ, ഈ വചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനവുമായി നമ്മൾ മുഴങ്കാലും മടക്കി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാൽ അനേക നിധികളെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുവാനിട വരും. എണ്ണിക്കൂടാൻ പറ്റാത്ത അളവില്ലാത്ത നന്മകള് ഈ വചന പുസ്തകത്തിലൂടെ നമുക്ക് പേഴ്സണലി ലഭിക്കുവാനിട വരും. താങ്ക് ഗോഡ്. എന്നാൽ നമ്മൾ അനേകർക്ക് ആശ്രയമായി മാറും. എങ്ങനെ കർത്താവിനെ ആശ്രയിക്കണമെന്നും എങ്ങനെ ദൈവത്തോട് സംസാരിക്കണമെന്നും എങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് കീപ്പ് ചെയ്യണമെന്നോ, ഒരു സമയം എനിക്ക് കർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻസ് വന്നാൽ അത് എങ്ങനെ റിസ്റ്റോർ ചെയ്യണമെന്നോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ മുന്നിൽ വരുന്ന പ്രസംഗങ്ങളല്ല, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന പ്രസംഗങ്ങളല്ല, മറ്റു സ്ഥലത്ത് നമ്മൾ വായിക്കുന്ന സ്റ്റോറികളല്ല. കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനവുമായി പേഴ്സണലി ദൈവവുമായിട്ട് ഇരിക്കുമ്പോഴാ ദൈവം നമ്മളെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? അവിടെ സൗഖ്യമുണ്ട്, അവിടെ അനോയിന്റിങ് വരും, അവിടെ അത്ഭുതങ്ങൾ വരും. ആർക്കും വെളിപ്പെടാത്ത ചില ആത്മീക സത്യങ്ങളെ, രഹസ്യങ്ങളെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു വരും. എന്റെ ജീവിതവും എന്റെ കുടുംബവും എന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് പല വിഷയത്തിനുള്ള ഉത്തരം കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. താങ്ക് യു ലോർഡ്. ദൈവം അങ്ങനെയാ. ഒരു ദേശത്തിന്മേൽ, ഒരു ബൗണ്ടറിയിന്മേൽ ദൈവം നമ്മളെ അധിപതിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വേണ്ട സകല കാര്യവും ദൈവം നമ്മളെ നേരെ റിലീസ് ചെയ്യാനിട വരും. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് സുവിശേഷം പറഞ്ഞതേയില്ല. ഹൈന്ദവ വിശ്വാസ പ്രകാരമാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, യേശുവിന്റെ ബൈബിൾ എന്റെ കയ്യിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും എനിക്കറിയത്തില്ല. ഇത് എന്റെ ദൈവമാ, എനിക്ക് ഈ ദൈവത്തെ വിശ്വാസമാ, ഈ വചനത്തിൽ വിശ്വാസമാ. ഞാൻ പ്രാർത്ഥിച്ച ഒരുപാട് അത്ഭുതങ്ങൾ എന്റെ പേഴ്സണൽ ജീവിതത്തിൽ നടന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമായ എന്റെ യേശു. ഇതല്ലാതെ എന്റെ അപ്പുറത്ത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അമ്മയോട് പറയുന്നു, അമ്മേ ഞാൻ പ്രാർത്ഥിച്ച യേശു എനിക്ക് ഉത്തരം തരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോ എനിക്ക് നടക്കുന്നു അമ്മേ. ഞാൻ യേശുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നു എന്ന് ടെസ്റ്റിമണി ആയിരുന്നു ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ അമ്മയോട് പറയായിരുന്നു. താങ്ക് ഗോഡ്. വിവാഹം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഈ യേശു ഉണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ഈ വചനത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഉറപ്പുള്ള പാറമേൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫലമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൽ എന്തും നേരിടാനുള്ള ഭയങ്കരമായ ശക്തി കിട്ടുന്നു എന്ന് മനസ്സിലായി. ഇത് ഒരു തോന്നലോ ഒരു വിശ്വാസം മാത്രമല്ല, അത് അങ്ങനെ തന്നെ എന്ന് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ഗ്രഹിക്കാനിട വന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ഹസ്ബൻഡ്, ഞങ്ങൾ ഇവിടെ ഒരു വർഷം ദുബായിൽ ജോലി ചെയ്തു. ഞാൻ യേശുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വചനത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ദൈവത്തോടെ, ഞാൻ എൻ്റെ വായിൽ നിന്ന് വിളിക്കുന്ന ദൈവം കർത്താവെന്ന് ഞാൻ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. അത്ഭുതം ഒന്ന് പറയട്ടെ. ഹസ്ബൻഡിന് ഒരു ജോബിന്റെ ഒരു ഇഷ്യൂസ് വന്ന സമയത്ത് ഹസ്ബൻഡിന് ഒരു ജോലി ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം.
എല്ലാ സ്ഥലത്തും വളരെ തുച്ഛമായ സാലറി ഉള്ള ജോലിയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. വലിയ ഒരുപാട് ശമ്പളമുള്ള ജോലിയിലൊന്നല്ലായിരുന്നു ഞാൻ ഇവിടെ കയറി വരുമ്പോ എന്റെ ഹസ്ബൻഡ് ആയിരുന്നത്. ആ സമയത്ത് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു. ഹസ്ബൻഡിന് ഒരു സ്ഥലത്തേക്ക് ജോലി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇത്ര ശമ്പളം ഹസ്ബൻഡിന് ആ കമ്പനി ഓഫർ ചെയ്യുമെന്ന് പറയാനിട വന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല. ആകെ UAE 1 year എക്സ്പീരിയൻസ്, 1.5 year എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. ഇതൊക്കെ എത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കിട്ടുന്നതാ. അത് മാത്രമല്ല, അതുപോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു നോളജ്, ഒരു എക്സ്പീരിയൻസും എനിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, യേശു. ഈ യേശുവിനോട് ഏട്ടനൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമായ യേശുവിനെ. യേശുവോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കാമോ എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നീ പറയുന്ന സംഭവിക്കുമെങ്കിൽ കയ്യിൽ ഇങ്ങനെ സത്യം ചെയ്ത് എന്നോട് പറഞ്ഞു, ഈ യേശുവിനെ ഞാൻ വിശ്വസിക്കും. ഇത് സംഭവിക്കുകയാണെങ്കിൽ യേശു പറയുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കും എന്ന് പറയാനിട വന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി അങ്ങനെ പറഞ്ഞപ്പോ. അത്ഭുതം എന്ന് പറയട്ടെ, UAE നമ്പർ 1 ആയിട്ടുള്ള ഒരു കമ്പനി, അക്കിൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാ. ഇന്ന് ബുർജൽ അറബൊക്കെ ഡിസൈൻ ചെയ്ത ഏറ്റവും വലിയ കൺസൾട്ടൻസി ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഹസ്ബൻഡിന് ജോലി ലഭിക്കാനിട വന്നു. അന്ന് പത്രോസ് തിരിഞ്ഞു നോക്കിയതുപോലെ ഹസ്ബൻഡിന്റെ മുഖം ഒരു തിരിവ് വന്നു. കാരണം എന്താ വെച്ചാൽ ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഇതൊരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാ, ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് ചിന്തിക്കുവാനിട വന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ സുവിശേഷം പറഞ്ഞിട്ടില്ല, ഞാൻ വചനം പറയാൻ പോയിട്ടില്ല. ഞാനും സുജിത്തേട്ടനും ഒന്നിച്ച് യേശുവിനെ കർത്താവാണെന്ന ഒരു സെർച്ച്, ഒരു അന്വേഷണമായിരുന്നു ചെയ്തത്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു വചനവും പറയാതെ ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാനും ഒറ്റ സ്നാനക്കുളത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെടുവാനും ഇട വന്നു. എനിക്കൊരു അത്ഭുതമായിരുന്നു. ഞാൻ വർഷങ്ങളായി വിശ്വസിക്കുന്ന ഞാനും വെറും 1 വർഷം 6 മാസം മാത്രം കർത്താവിനോട് പരിചയമുള്ള ഹസ്ബൻഡും ഒരു വചനവും കൂടാതെ ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങി ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുവാനിട വന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ഉപവസിക്കണം, ഒക്കെയുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തിലെ നമ്മുടെ തേടി വരുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹമാ നമ്മളെ ഏത് കെട്ടിൽ നിന്നും വിടുവിച്ച് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്. താങ്ക് ഗോഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിനുശേഷം ഒരുപാട് അത്ഭുതങ്ങൾ പേഴ്സണൽ പ്രയറിലെ ടെസ്റ്റിമണികൾ റിലീസ് ചെയ്യുവാനിട വന്നു. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ. എൻ്റെ കുഞ്ഞിനെ പറ്റി ഒരു പ്രോമിസ് ഒരു ദൈവദാസന് കഴിഞ്ഞ എന്താ പറയാ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോയി ഏതെങ്കിലും ഒരു ചെറിയ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കണം എന്നുള്ള വലിയ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ പല എഞ്ചിനീയറിംഗ് കോളേജുകളെ ലിസ്റ്റുകൾ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ മേലെ ഒരു പ്രവചനം വന്നു, ഈ കുഞ്ഞ് US-ൽ പോയി പഠിക്കും, ഒരു ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്റെ കുഞ്ഞ് പഠിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ അന്ന് മുതൽ ഞാൻ ആ കാര്യം എഴുതി വെച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരിക്കലും എനിക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയില്ല, ഒരു സ്കോപ്പില്ല. അതിനുള്ള എക്കണോമി അറിയാലോ, ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ US-ലൊന്നും ആർക്കും പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരു ആവറേജ് ഫാമിലിയാണ്. പിന്നെ എന്താ പറയാ, അങ്ങനെ ഞാൻ നാട്ടിലേക്കുള്ള എല്ലാ ആപ്ലിക്കേഷനും വിട്ടു. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് ഒരു നിർബന്ധം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ മോനോട് പറഞ്ഞു, മോനെ US-ലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നീ അപ്ലൈ ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒരു എക്സിബിഷൻ വെച്ച സമയത്ത് പോയപ്പോ അവിടെ ഭയങ്കര കാശാ പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ ബൈ പറഞ്ഞു. ആ ഭാഗത്തേ ഞാൻ പിന്നെ പോയില്ല. കാരണം ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ മോനോട് പറഞ്ഞു, നീ അന്വേഷിക്കുക ഏതാണ് US-ലുള്ള ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ നീ ആപ്ലിക്കേഷൻ ഇടുക. ദൈവമാണ് പറഞ്ഞതെങ്കിൽ ദൈവം നടത്തും. ഒരു വാക്ക് പറഞ്ഞല്ലോ, കർത്താവിന്റെ ഒരു പ്രവചനം വന്നല്ലോ, അതുപോലെ നീ ചെയ്യാന്ന് പറഞ്ഞു. അവനെ അറിയാവുന്ന രീതിയിൽ, അവന് പറ്റുന്ന രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൻ അപ്ലൈ ചെയ്തു. ഓറൽ റോബർട്ട് എന്ന് പറയുന്ന ലോകത്തെ കുലുക്കിയ അതിശക്തനായ ഒരു ദൈവദാസൻ. എനിക്കറിയത്തില്ല ഇന്ന് വേൾഡിലുള്ള ഏറ്റവും ഈവൻ ബെർണാഡ് ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന
ഒരുപാട് ദേവദാസന്മാരിലേക്ക് വലിയ പരിശുദ്ധാത്മാവിന്റെ തീപ്പൊരിയെ, വലിയൊരു തീപ്പൊരി ഒരു കാലഘട്ടത്തില് വാരി വിതറിയ ഒരു ദേവദാസനാ ഓറൽ റോബർട്ട് എന്ന് പറയുന്ന ദേവദാസൻ. ഈ ഓറൽ റോബർട്ട് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ മോൻ അപ്ലൈ ചെയ്യുവാനിടെ വന്നു. പ്രൈസ് ഗോഡ്. അവന് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മാസം അവിടുത്തെ ഏകദേശം അഡ്മിഷൻ ഒക്കെ കഴിയാറായ സമയത്താണ് മോൻ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത സമയത്ത് ഫസ്റ്റ് തന്നെ അവന്റെ ആപ്ലിക്കേഷൻ അവർ റിസീവ് ചെയ്തു. 50% സ്കോളർഷിപ്പ് അവന് വേണ്ടി റിലീസ് ആകാനിടെ വന്നു. പ്രൈസ് ഗോഡ്. എന്നാലും ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. സ്കോളർഷിപ്പ് 50% കിട്ടിയാലും അവിടത്തേക്കുള്ള വിസ ഞങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ ഇന്ത്യൻ കാൻഡിഡേറ്റ്സിനും US-ലേക്കുള്ള വിസ പാസ്സാകുന്നില്ലായിരുന്നു. എല്ലാം ബാൻ ചെയ്ത്, അതറിയാം, US-ലുള്ളവർക്ക് അറിയാം, എല്ലാം ബാൻ ചെയ്ത അവസരമായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടികൾക്കും അവിടേക്ക് വിസ പാസ്സാവുന്നില്ല. അപ്പൊ എല്ലാവരുടെ അഡ്മിഷൻ കഴിഞ്ഞു. അപ്പൊ അവിടെ നിന്നുള്ള ഫോളോ അപ്പ് വരുമ്പോൾ പല കുട്ടികൾക്കും വിസ ഇല്ല. കോളേജ് തുടങ്ങണ്ട ഏകദേശം 2 weeks ബിഫോർ ആയ സമയത്ത് ഒത്തിരി പേര് ഇവിടുന്ന് വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുത്തു. എൻ്റെ മോന് സ്വന്തം വീട്ടിലിരുന്ന് അവന് അറിയാവുന്ന ഭാഷയിൽ വിസയ്ക്ക് അപ്ലിക്കേഷൻ എടുത്തു. കാരണം ഞങ്ങള് അതിൽ കൂടുതൽ എന്താ പറയാ, അവന് പറ്റുന്ന രീതിയിലെല്ലാം അപ്ലൈ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് ഞങ്ങളുടെ കൂടെ വിസ അപ്ലൈ ചെയ്ത സ്ഥലത്ത് എന്താ പറയാ, ഒരു IELTS ഇവൻ പാസ്സായിട്ടില്ല. ഒരു സെറ്റ് എക്സാം കൂടുതൽ സ്കോറോട് കൂടി ഇവരെ എഴുതിയിട്ടില്ലായിരുന്നു. അതൊക്കെ അവിടേക്ക് വേണ്ട എക്സാമിനേഷനാണ്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവിടെ എത്തിയ സമയത്ത് വിസയുടെ സ്ക്രീനിങ് നടക്കുന്ന സമയത്ത് മോന്റെ അടുത്ത് ചോദിച്ചു, which university you are studying ചോദിച്ചു. ഇപ്പൊ ORE യൂണിവേഴ്സിറ്റി. why you select ORE യൂണിവേഴ്സിറ്റി ചോദിച്ചു. it is a Christian university, that's why I am selected ORE university. are you a Christian ചോദിച്ചു. no, I am a Hindu എന്ന് പറഞ്ഞു. I am born as a Hindu എന്ന് പറഞ്ഞു. ഇപ്പം തിരിച്ചു വരുമ്പോ ഭയങ്കര സങ്കടത്തോടു കൂടിയാ വന്നത്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി അമ്മ? അവരെന്തൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് വെപ്രാളപ്പെട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞത്. ഞാൻ എന്തുവാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. വിസയ്ക്കകത്ത് ഞാൻ ജനിച്ചത് ഹിന്ദുവും, ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയായ എനിക്കിഷ്ടം, എനിക്ക് ക്രിസ്ത്യൻ. അപ്പൊ അവരെന്തെങ്കിലും റിലീജിയസ് ആയിട്ട് കാണുമോ, എന്റെ വിസ ബാൻ ചെയ്യോ എന്നൊക്കെ പറയാനിട വന്നു. ഞാൻ മോനോട് പറഞ്ഞു, നീ യേശുവിന്റെ നാമമാണ് അവിടെ പറഞ്ഞെങ്കിൽ ആ യേശുവിന്റെ നാമത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടാനിട വരും. അത്ഭുതം എന്ന് പറയട്ടെ, ആ ബാച്ചിൽ ഒരുപാട് പേരെ നമ്പർ ഞങ്ങൾക്കറിയായിരുന്നു. ആർക്കും വിസ പാസ്സായിട്ടില്ല. അത്ഭുതകരമായി മോന് US-ന്റെ വിസ പാസ്സായി. താങ്ക് ഗോഡ്. ഇനി വിസ പാസ്സായതിനു ശേഷം അവിടേക്ക് പോകാനുള്ള കാശ് നമ്മളെ കയ്യിൽ വേണമല്ലോ. അതൊന്നും ഞങ്ങളെ കയ്യിലില്ലായിരുന്നു. അവിടെ ടിക്കറ്റിന് തന്നെ ഒരുപാട് കാശായിരുന്നു. ഏകദേശം 12,000 dirhams ടിക്കറ്റിന് കാശ് മാത്രം ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത്ഭുതം. ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് 2 ഡുവൽ മൈൻഡ് ആയിരുന്നു എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന്. മോനി ടിക്കറ്റ് എടുക്കേണ്ട തലേ ദിവസം രാത്രി സുഹൃത്തിന്റെ അക്കൗണ്ടില് 30,000 dirhams ക്രെഡിറ്റഡ് ആയി. എങ്ങനെ ക്രെഡിറ്റഡ് ആയി എന്ന് എനിക്കറിയത്തില്ല. കമ്പനിയിൽ പോയി സുഹൃത്തേട്ടൻ പറഞ്ഞു, എന്റെ അക്കൗണ്ടിലെ സാലറിയിൽ ഇങ്ങനെ ഒരു 30,000 dirhams ക്രെഡിറ്റഡ് ആയി. ആർക്കും വേറെ ക്രെഡിറ്റഡ് ആയിട്ടില്ല. ഇതെന്തോ സംഭവിച്ചതെന്ന് ചോദിച്ചു. എന്തെങ്കിലും റോങ് ആണോ, റോങ് ആയിട്ട് പറ്റിയതാണോ എന്ന് വിചാരിച്ച് അത് ചോദിച്ചപ്പോ പറഞ്ഞു, you are work hard, very hard in your project, so for you only we give some bonus. വേറെ ആർക്കുമില്ല, നിനക്ക് മാത്രമേ ഞങ്ങൾ ബോണസ് തരുവാന്ന് പറഞ്ഞേച്ച് ഒരു പൈസ കൊടുക്കുവാനിട വന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തുവാൻ ശക്തനാ. ഇന്ന് എൻ്റെ മോൻ ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷുകാരെ കൂടെ പഠിക്കുമെന്ന് പറഞ്ഞാൽ, സ്കോളർഷിപ്പോടെ പഠിക്കുമെന്ന് പറഞ്ഞാൽ, അതെന്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നത് ഞാൻ കാണുവാനിട വന്നു. ഒത്തിരി ദൈവദാസന്മാർ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല. സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഒരാത്മസുഹൃത്ത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി അഗാധമായി സ്നേഹിക്കുന്ന 1 or 2 പേര് ഒരുമിച്ചിരുന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മധ്യേ സംഭവിക്കും. ഞാൻ എൻ്റെ വചനത്തിലേക്ക് കയറിയിട്ടില്ല. ഒറ്റ സിംഗിൾ വേർഡാ ഞാൻ ഇന്നിവിടെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. കിങ്ഡം ഇറങ്ങി വരണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരണം. പറ്റുമോ? ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരണം. എവിടെ ഇറങ്ങി വരും? എന്താണ് അതിന് തടസ്സം? നമുക്കൊന്ന് നോക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൊലോഷ്യൻസ് 2 verse അതില് കൊലോഷ്യൻസ് ഒന്ന് എടുക്കാമോ? 2-ാം അധ്യായം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു Lord, thank you, Jesus. Praise God. Thank you, Jesus. Thank you, Jesus.
Thank you, Lord. Thank you, Lord. Thank you, Father. Thank you, Jesus. Colossians 2 verse അതിന്റെ 14. Thank you, Lord. Thank you, Jesus. 14. Colossians 2 verse 14. ഒന്ന് വായിക്കാമോ? അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ചുള്ള തങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. Praise God. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. Praise God. ഒരു വചനവും കൂടി വായിക്കാമോ? Ephesians 2 verse 16. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. Praise God. ഇതിന്റെ 14 മുതൽ ഇങ്ങനെ വായിക്കുന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. പ്രൈസ് ഗോഡ്. ദൈവം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തത് എന്തെന്ന് നമുക്ക് തിരിച്ചറിയണം. എങ്കിലേ ഈ കിങ്ഡത്തെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. യേശു പോകുമ്പോൾ നമ്മളോട് പറഞ്ഞ പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ, അങ്ങയുടെ രാജ്യം ഭൂമിയിലേക്ക് വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെ? ദൈവത്തിന്റെ രാജ്യം ഭൂമിയിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അത് അങ്ങനെ വരുമെന്ന് കർത്താവിന് ഉറപ്പുള്ളത് കൊണ്ടാ ദൈവം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ ഈ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിപ്പാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ തിരുമനസ്സും എവിടേക്ക് ഇറങ്ങി വരും? നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരും. താങ്ക് യു ലോർഡ്. അവൻ കാൽവരി ക്രോസിൽ, യേശു ക്രൂശിൽ വച്ച് എന്താണ് ചെയ്തത്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവൻ ശത്രുവിനെ ഇല്ലാതാക്കി, പാപത്തെ ഇല്ലാതാക്കി, പാപം വീണുപോയ നമ്മൾക്ക് എന്ത് ചെയ്തു? വീണ്ടും നിത്യജീവനിലേക്കുള്ള അവകാശത്തിന് നമ്മളെ അർഹരാക്കി. എന്താ പറയാ, പിശാചിന്റെ ആയുധവർഗം വെപ്പിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് എൻ്റെ പ്രാർത്ഥനാ പായിൽ സംസാരിച്ച ഒരു കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. യേശു ക്രൂശിൽ വച്ച് ഇല്ലാതെയാക്കിയ ഒന്നിനെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. എന്താണ് ക്രൂശിന്മേൽ വച്ച് യേശു ഇല്ലാതാക്കിയത്? യേശു ക്രൂശിൽ വച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. പ്രൈസ് ഗോഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു ക്രൂശിൽ വച്ച് ഇല്ലാതാക്കിയത് ശത്രുത്വത്തെയാണ്. യേശു ക്രൂശിൽ വച്ച് ഇല്ലാതാക്കിയത്, അല്ലെ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും പ്രശ്നം എന്താ? ശത്രുവാണ് പ്രശ്നം, അല്ലെ? ശത്രുവാണ് പ്രശ്നം. ശത്രു ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം എത്ര വലിയതായിരുന്നു, എത്ര മനോഹരമായിരുന്നു. പല രീതിയിലുള്ള ശത്രുക്കളുണ്ട്. എന്താ? നമ്മൾ അസൂയപ്പെടുന്ന ശത്രുക്കളുണ്ട്, നമ്മൾ നന്മ ചെയ്തിട്ട് നമ്മളെ തിന്മ പറയുന്നവരുണ്ട്. പിന്നെ എന്താ? സമ്പത്ത് ഒരു ശത്രുവാണ്, ആരോഗ്യം ഒരു ശത്രുവാണ്, രോഗം ഒരു ശത്രുവാണ്. നമ്മൾ ശരീരത്തിൽ വരുന്ന രോഗം, പല രീതിയിലുള്ള ശത്രുത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു കാൽവരി ക്രൂശിൽ വച്ച് ഇല്ലാതാക്കിയത് ശത്രുത്വത്തെയാണ്. ശത്രുത്വം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ശത്രുത്വം എന്ന് പറഞ്ഞാൽ ശത്രുവല്ല. യേശു ഇല്ലാതാക്കിയത് നമ്മളെ ശത്രുവിനെയല്ല ഇല്ലാതാക്കിയത്, ശത്രുത്വത്തെയാണ് ഇല്ലാതാക്കിയത്. എന്താണ് ഈ ശത്രുത്വവും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം. ഞാൻ വേറൊരു എക്സാമ്പിളിലേക്ക് ഞാൻ ഇത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്, അല്ലെ? എനിക്ക് സിസ്റ്റർ ഫ്രണ്ട് ആണ്, ജോയ് സിസ്റ്റർ ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ ഷീസ് എ പേഴ്സൺ. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കും സിസ്റ്റർക്കും ഇടയിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. എനിക്കും ആ സിസ്റ്ററിനും ഇടയിൽ ഇപ്പം
എന്താ പറയാ, നൂൽ കോർത്ത് വെച്ചിരിക്കുന്ന ഒരു ബന്ധം, ഒരു റിലേഷൻ, ഒരു അവസ്ഥ, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ക്ലൈമറ്റ് ആണ് എന്ത് ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പലർക്കും തെറ്റായ ധാരണയുണ്ട് വചനത്തിൽ വെച്ച്. യേശു കാൽവരി ക്രൂശിൽ ഇല്ലാതെയാക്കിയത് നമ്മുടെ ഓരോ ശത്രുവിനെ അല്ല ഇല്ലാതാക്കിയത്, നമ്മുടെ ശത്രുത്വത്തെയാണ് ഇല്ലാതാക്കിയത്. പ്രൈസ് ഗോഡ്. ഇതൊരു വെളിപ്പാടായി ഇവിടെ ഇരിക്കുന്ന ഓരോ ഡിവൈസിന്റെ ഹൃദയത്തിലേക്കും ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കയറണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ശത്രുത്വമായി ഇല്ലാതാക്കിയത്. ശത്രുത്വം ഇല്ലാതാകുന്നു എന്ന് വെച്ചാൽ അവിടെ ശത്രു ഇല്ലാതാകുന്നില്ല. ശത്രുത്വം എന്ന് പറയുന്ന അവസ്ഥയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ വെച്ച് മാറ്റിയത്. താങ്ക് ഗോഡ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവിന് എങ്ങനെയാണ് ശത്രുത്വം എന്ന് പറയുന്ന ഇമോഷൻസ്, അവസ്ഥ ആ ക്രോസിൽ ഇല്ലാതായത്? കാരണം തന്റെ പാപത്തിലിരിക്കുന്ന ജനത്തിനു വേണ്ടി അവസാനത്തെ തുള്ളി രക്തം പോലും കൊടുത്ത യേശു, ജീവനെ കൊടുത്ത് സ്നേഹിക്കുന്ന യേശു കാണുന്നത് തന്റെ മുന്നിൽ കാർക്കിച്ചു തുപ്പുന്നതും ചാട്ടവാറോട് അടിക്കുന്നതും മുൾക്കിരീടം വയ്ക്കുന്നതും സ്നേഹിച്ച് കൂടെ നടന്ന വരെ തള്ളിപ്പറയുന്നതും എല്ലാവരും ഇട്ടേച്ചു പോകുന്ന ഒരു യേശുവാണ് ആ കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാനിട വന്നത്. ആരും യേശുവിനില്ലായിരുന്നു. പക്ഷെ ഈ വ്യക്തി ഈ തന്നോട് ഈ ചെയ്യുന്ന ഈ സകലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനത്തിന് വേണ്ടിയിട്ടാണ് യേശു മരിക്കുകയും ചെയ്തത്. ഞാൻ ചോദിച്ചു കർത്താവിനോട്, ഞാൻ ഇതാ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നമ്മൾ ദൈവത്തോട് സംസാരിച്ച ദൈവം വാസ്തവമായി നമ്മളോട് സംസാരിക്കുവാൻ തുടങ്ങും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ അങ്ങയ്ക്ക് എങ്ങനെയാണ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റിയത്? അങ്ങയ്ക്ക് ചുറ്റിലും ഇരിക്കുന്ന ഈ കൂട്ടത്തെ എങ്ങനെ അങ്ങയ്ക്ക് സ്നേഹിക്കാൻ പറ്റി? അങ്ങും എന്നെ പോലെ ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നില്ലേ? അടിച്ചാൽ വേദനിക്കും, പിച്ചിയാൽ വേദനിക്കും, കർക്കിച്ച് തുപ്പിയാൽ ഹൃദയം പെടങ്ങിയും സ്നേഹിക്കും, അതെല്ലാം വികാരവും അങ്ങയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് എൻ്റെ ദൈവത്തിന് ഇങ്ങനെ നിൽക്കാൻ പറ്റിയത്? ദൈവത്തിന് അന്ന് യേശുവിന്റെ ഉള്ളിലുള്ള അതേ ആത്മാവ് തന്നെയല്ലേ ഇന്ന് എൻ്റെ ഉള്ളിലുള്ളത്? നമ്മളും ദൈവം പറയുന്ന കർത്താവ് ചെയ്തതിലും അധികമായി ചെയ്യാനുള്ള ആത്മാവിനെ യേശു നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ദൈവം അന്ന്, യേശു അന്നിരുന്നത്. ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ശത്രുവിനെയല്ല ഷൈനി ഇല്ലാതെയാക്കിയത്, ഞാൻ ശത്രുത്വമെത്തെയാണ് ഇല്ലാതാക്കിയത്. ശത്രുത്വം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്തെടുക്കുന്ന ഒരു വികാരത്തിന്റെ അവസ്ഥയാണ്, അല്ലെ? എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്തെടുക്കുന്ന, നൂല് കോർത്തെടുക്കുന്ന ഒരു വികാരത്തിന്റെ അവസ്ഥയാണ് ശത്രുത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു നല്ല ചെയ്ത് തിന്മ പറയുമ്പോൾ നമ്മളെ എന്താ പറയാ, എങ്ങനെ ഒരു ശത്രുവിനോട് ഇങ്ങനെ ശത്രുത്വത്തെ ഇല്ലാതെയാക്കാൻ പറ്റും എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോ ദൈവം എനിക്കൊരു സത്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എങ്ങനെയാണ് ഇരുപക്ഷം ഉണ്ടാകുന്നത്? ഇവിടെ ഞാൻ വായിച്ചത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കണേ. സമയം കിട്ടുമ്പോൾ അഗെയിൻ ആൻഡ് അഗെയിൻ വായിച്ചാൽ എനിക്ക് കിട്ടിയതിന് അപ്പുറത്തേക്കുള്ള മർമ്മങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം വെളിപ്പെടുത്തി തരുന്ന എനിക്ക് ഉറപ്പുണ്ട്. ദൈവം അത്ഭുതകരമായത് അതിന്മേൽ ചെയ്യും എനിക്ക് ഉറപ്പുണ്ട്. ഇരുപക്ഷം അല്ലെ, ഒരു ശത്രു നമുക്ക് എപ്പോഴും ഭൂമിയിൽ ഇരുപക്ഷമുണ്ട് അല്ലെ? നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്, നമ്മളെ ഫ്രണ്ട്സ് അല്ലാത്തൊരു സർക്കിളുണ്ട് അല്ലെ? നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ സ്നേഹിക്കാത്തവരുണ്ട്. കർത്താവ് എന്താ കാൽവരി ക്രൂശിൽ ചെയ്തത്? ഭൂമിയെയും സ്വർഗത്തെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമായിരുന്നു, അതിനെ ഒന്നാക്കി. അതിനപ്പുറത്ത് ഈ ഭൂമിയിൽ തന്നെ ഇരുപക്ഷത്തെയും ദൈവം ഒന്നാക്കി. ശത്രുത്വം എന്ന നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ഒന്ന് പറയാമോ? ശത്രുത്വം എന്ന നടിച്ചുവർ യേശു കാൽവരി ക്രൂശിൽ ഇടിച്ചു കളഞ്ഞു. എങ്ങനെ ഇടിച്ചു കളഞ്ഞു? ഇരുപക്ഷത്തെ അവൻ ഒന്നാക്കി. ഫ്രണ്ട്സ് എന്നും എനിമി എന്നും നല്ലവരെന്നും നന്നില്ലാത്തവരെന്നുമുള്ള ഇരുപക്ഷം, രണ്ട് ഡിവിഷൻസിനെ എന്റെ ദൈവം ഇടിച്ചു കളഞ്ഞു. എങ്ങനെയാണ് ഇടിച്ചു കളഞ്ഞത്? ദൈവം പറയാ, ഷൈനി നീ ചിന്തിക്കുന്നുവോ നീ ഇന്ന് കാണുന്നവരെല്ലാം നിന്നെ ഗാഢമായി സ്നേഹിക്കുന്നവരാണെന്ന്? ദൈവം എന്നോട് ചോദിക്കുക, ഷൈനി നീ ചിന്തിക്കുന്നുവോ ഇന്ന് നിന്റെ മുന്നിൽ കാണുന്ന എല്ലാവരും നിന്നെ ഡീപ്പായി സ്നേഹിക്കുന്നു എന്ന്? എന്നോട് ദൈവം പറഞ്ഞു, ഒരവസ്ഥ വന്നാൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ തള്ളിപ്പറയും.
അതുപോലത്തെ ഒരവസ്ഥ വന്ന നമ്മുടെ സഹോദരന്മാർ നമ്മളെ തള്ളിപ്പറയും. ഒരവസ്ഥ അങ്ങനെ നിനക്ക് വന്നാലില്ലേ, നമ്മളെ ഉറ്റവരും ഉടയവരും ഒക്കെ നമ്മളെ വിട്ടുപോകും. അങ്ങനെ ഒരു അവസ്ഥയിൽ നീ പോകാത്തത് കൊണ്ടാണ് നിനക്ക് നിന്ന് എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നത്. ഇതാണ് പച്ചയായ സത്യം എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. എനിക്കത് അങ്ങോട്ട് അത്ര ഗ്രഹിക്കാൻ പറ്റിയില്ല. ദൈവം പറഞ്ഞപ്പോ സ്വന്തം അപ്പനും അമ്മയും നമ്മളെ തള്ളിപ്പറയോ, സ്വന്തം അപ്പനും അമ്മയും നമ്മളെ വെറുക്കുവോ എന്നൊക്കെ നമുക്ക് സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. അത് നമ്മളും അവരെ സ്നേഹിച്ച് അങ്ങനെ ഒരു ക്ലൈമറ്റ് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവര് നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ കാണുവാനിട വന്നു, ഒരു സ്ഥലത്ത് വളരെ നല്ലൊരു പയ്യൻ, അവൻ ചെറുപ്പത്തിലെ ഭയങ്കര, ഞങ്ങളെ നാട്ടിലെ ദൂരെ ഉള്ളൊരു പയ്യനാണ് അവൻ. ഞങ്ങളെ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാ. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു വാർത്ത കേൾക്കുവാൻ ഇടയായി. അത് സംബന്ധിച്ച് ഞാൻ ഓർത്തപ്പോ ആ കൊച്ചു ചെറുപ്പം മുതലേ അറിയാം. ഞങ്ങളെയൊക്കെ സ്കൂളിൽ ഒരുമിച്ച്, പണ്ട് നമുക്കറിയാലോ, നമ്മളൊക്കെ 1 മുതൽ 10 വരെ ഒരു സ്കൂളിലല്ലേ പഠിക്കുക. എല്ലാ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അല്ലെ. ആ കൊച്ചു എന്ത് നിഷ്കളങ്കനായ ഒരു പയ്യനായിരുന്നു എന്നോ. ഞങ്ങളെ കൂടെ പഠിച്ചു വളർന്ന് 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പയ്യനാ. ഭയങ്കര ഹംബിൾ ആൻഡ് നോബിൾ, ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു പയ്യൻ. എന്തു പറഞ്ഞാൽ അനുസരിക്കും, നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു കുട്ടി. കഴിഞ്ഞ ദിവസം ഞാൻ കേൾക്കുവാൻ ഇടയായി, ഈ കൊച്ച് അടിച്ച് അവന്റെ അമ്മയെ കൊന്നു കളഞ്ഞു എന്ന്. ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോ. ചില എന്തിനാന്നറിയത്തില്ല, ഈ കൊച്ച് അടിച്ചു അതിന്റെ അമ്മയെ കൊന്നു. ഞാൻ കേട്ടപ്പോ ഭയങ്കര, എനിക്ക് ഈ പയ്യനോ, ഞാൻ എന്നിട്ട് തപ്പി നോക്കി എനിക്ക് തെറ്റുപറ്റിയതാണോ എന്ന്. അല്ല, ആ പയ്യൻ തന്നെ. അത് ചില ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നപ്പോ സുബോധം കെട്ട് ആ ബന്ധത്തെ നശിപ്പിച്ച്, അതിനുശേഷം അതിന്റെ വീട്ടിലുണ്ടായ ബന്ധങ്ങൾ നശിച്ചു പോയി. ആ അമ്മയ്ക്കും മകനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും സ്പോയിലായി പോയി. അങ്ങനെ ഈ സ്നേഹിച്ച പയ്യൻ ഒരവസ്ഥ എത്തിയ സമയത്ത് സ്വന്തം അമ്മയെ കൊല്ലുവാനിട വന്നു. പ്രൈസ് ഗോഡ്. ഞാൻ അപ്പൊ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാവോ, എല്ലാം കണ്ടീഷണലിയാ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടിലില്ലേ, ഒരു പക്ഷേ ചിലപ്പോ എത്ര സ്നേഹിക്കുന്ന മാതാപിതാവാണെങ്കിലും ഒരു 2, 3, 4 കൊല്ലമില്ലേ ചില അസുഖങ്ങളും രോഗങ്ങളും കൊണ്ട് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെടുത്തുകയാണ്. എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും ഞാൻ കണ്ടതാ, കുറച്ച് ഈ അമ്മയെ കൊണ്ടൊരു ശല്യം അല്ലെ. കാരണം സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ചില അവസ്ഥകള് നമ്മളെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കും, വിള്ളലുകൾ ഉണ്ടാക്കും. കർത്താവ് എനിക്ക് ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞു തന്നത് എന്തെന്നാല്, ഷൈനിക്കറിയാമോ, നമുക്കറിയാം ഈ പത്രോസ് ഗത്സമന തോട്ടത്തിൽ യേശുവിനെ എന്താ പറയാ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചേകവരും പടയാളികളും ഒരുമിച്ച് വന്ന സമയത്ത് ചാടി വീണു. എന്താ പറയാ, യേശുവിന്റെ പട്ടാളക്കാരെ ചെവി അറുത്തു അല്ലെ. ആ സമയത്ത് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഞാൻ അങ്ങേ വിട്ട് എങ്ങും പോകത്തില്ല, അങ്ങയുടെ കൂടെ മരിക്കാൻ പോലും ഞാൻ വില്ലിങ് ആണ്. ഞാൻ അങ്ങയ്ക്ക് കൂടി മരിക്കേണ്ടി വന്നാൽ എന്റെ കർത്താവിനെ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല എന്ന് പറഞ്ഞു അല്ലെ. നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷെ യേശു എന്താ പറഞ്ഞത്? നീ നോക്കിക്കോ, ഇന്ന് കോഴി കൂവുന്നതിന് മുന്നേ, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. നമുക്ക് ആ വേർഡ് ഒന്ന് എടുക്കാമോ? റമന ശിഖറ ബാബ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. ഇന്ന് വലിയ അത്ഭുതം, ചില ആത്മതലത്തിലുള്ള വലിയൊരു ആത്മീക അടിസ്ഥാനം കർത്താവ് ഇന്ന് പകരുമെന്ന് ഞാൻ വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. താങ്ക് ഗോഡ്. മാത്യു 26:69 ഒന്ന് എടുക്കാമോ? താങ്ക് യു ലോർഡ്. ആ പത്രോസ് തള്ളി പറയുന്ന ഒരു ഭാഗമില്ലായിരുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. മുഴുവൻ വായിക്കേണ്ട ആ പോർഷൻ മാത്രം ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെയുള്ളവരോട്, ഇവനും നസറേനായ യേശുവിനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരടുത്ത് വന്ന് പത്രോസിനോട്, നീയും അവൻ്റെ കൂട്ടത്തിലുള്ളവൻ സത്യം
നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. പ്രൈസ് ഗോഡ്. അതിന്റെ ലാസ്റ്റ് വാക്യം ഞാൻ എടുക്കുക. അവൻ യേശു പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ആദ്യത്തെ 1-2 പ്രാവശ്യം തള്ളി പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് കാണാൻ ഇടവന്നത് എന്തുവാ? യേശു പ്രാഗി ആണയിടുവാൻ തുടങ്ങി. പ്രാഗിക്കൊണ്ട് ഏത് സമയത്താ നമ്മൾ പ്രാഗുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഒരാളെ ശല്യം അല്ലെ നമ്മൾ പറയത്തില്ലേ, എന്തൊരിതാ, അതായത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു ശബ്ദമല്ലേ പ്രാഗുക എന്ന് പറഞ്ഞാൽ? ശരിയല്ലേ? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ട്? നമ്മൾ ഒരാളെ പ്രാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രാഗി പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന സാധനം അല്ലെ, ഉള്ളിൽ നിന്ന് വന്നിട്ടാ പറയുന്നത്. ഞാൻ വിചാരിക്കുക അതൊരു പുറത്തുനിന്നുള്ള പറച്ചിലല്ലായിരുന്നു. വാസ്തവമായി പത്രോസ് എന്ത് ചെയ്തു? ഉള്ളം കൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞു. അതുകൊണ്ടാ യേശു പറഞ്ഞത്, നീ തള്ളി പറയും എന്നെ. ഉള്ളം കൊണ്ട് യേശുവിനെ എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. എനിക്കറിയത്തില്ല അങ്ങനെ ഉള്ളിൽ നിന്ന് ആ കണക്ഷൻ വിട്ടുപോയിട്ട് തന്നെയാണ് യേശു എന്ത് ചെയ്തത്? പത്രോസ് എന്ത് ചെയ്തത്? യേശുവിനെ എന്ത് ചെയ്തത്? തള്ളി പറഞ്ഞത്. അതിന്റെ കുറച്ച് മണിക്കൂർ മുന്നേ യേശുവിനോട് പത്രോസ് എന്താ പറഞ്ഞത്? നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെ വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞ യേശു ഞാൻ എന്ത് ചെയ്തു? വിത്തിൻ ഹവേഴ്സിനുള്ളില് ആണയിട്ട് തള്ളിപ്പറയാനും പ്രാക്കുവാനും ഇവിടെ വന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രയും നാൾ സ്നേഹിച്ച് അങ്ങോട്ട് മാർവോട് ചേർന്ന് നിന്ന ശിഷ്യന്റെ മുന്നിലെ അങ്ങയ്ക്ക് വേണ്ടി മരിക്കുവാൻ പോലും പറഞ്ഞ ശിഷ്യന്റെ മുന്നിൽ എന്തിനായിരുന്നു ഇങ്ങനെയൊരു വെളിപ്പെടുത്തലിന്റെ ആവശ്യം എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ദൈവത്തോട്, എന്തിനാണ് പത്രോസിനെ ഇങ്ങനെ വെളിപ്പെടുത്തി തന്നതെന്ന്? ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന എന്റെ പ്രാർത്ഥന ബാറ്റിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ച് ഞാൻ കേട്ടതല്ല, ഒരു ദൈവദാസൻ പ്രസംഗിച്ച് ഞാൻ കേട്ടതല്ല. എന്റെ പ്രയർ മാറ്റിൽ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്ന സത്യം ഇതാണ്. ഷൈനി, ശത്രുത്വത്തെ പറ്റി, എനിമിറ്റിയെ പറ്റി പഠിപ്പിക്കാനാ ഞാൻ പത്രോസിനെ അവിടെ കാണിച്ചു തന്നത്. 3 കോഴി കൂവുന്നതിന് മുന്നേ എന്നെ തള്ളിപ്പറയുന്ന പത്രോസിനെ ഞാൻ കാൽവരി ക്രോസിന് മുന്നേ കാണിച്ചു തന്നത് ഈ ലോകം ഇങ്ങനെയാണെന്നും ഈ ലോകത്തിന്റെ സത്യം ഇങ്ങനെയാണെന്നും തന്റെ സാധുവായ ജനത്തിനെ ഒരു മുൻകരുതലായി കണ്ടുകൊള്ളാൻ വേണ്ടിയിട്ടാ ഈ ഒരു സിറ്റുവേഷൻ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. അല്ലേ? സത്യമല്ലേ? ഈ ലോകം ഇങ്ങനെയാണ്, ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ഇങ്ങനെയാണെന്ന ഒരു വലിയൊരു പാഠം ദൈവം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാ. റമന ഷീഖ റാബാബ റീര രാര കാല ബാലാബല. കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ബന്ധവും നമുക്ക് കുറച്ച് പേര് നമ്മളെ സ്നേഹിച്ച് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാ അല്ലെ നമുക്കൊരു ശത്രുപക്ഷം ഉള്ളത് അല്ലേ? എന്നാ നമ്മൾ മനസ്സിലാക്കിയ ആരും എന്നെ നിത്യമായി സ്നേഹിക്കുന്നവരില്ല എന്ന സത്യം മനസ്സിലാക്കി കഴിഞ്ഞാലേ നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങും. ഒരാളെ മാത്രം നമ്മൾ കൂടുതലായി സ്നേഹിക്കുക, ഒരാളെ കുറച്ച് സ്നേഹിക്കുക, അങ്ങനെ ഒരു ഡീല് നമുക്കില്ലാതെയാവും. എല്ലാവരെയും, ശത്രുവിനെയും എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് വരും. കാരണം എന്താ? യേശു ഒരു സത്യം മനസ്സിലാക്കി. എല്ലാവരും ഒരവസ്ഥയിൽ എന്നെ തള്ളിപ്പറയും, എല്ലാവരും എന്നെ വിട്ടു പോകുന്നവരാ. ഒരവസ്ഥ വന്നാൽ ആർക്കും എന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്നേഹിക്കാൻ പറ്റുന്നവരല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നാട്ടുമ്പുറത്തൊക്കെ കാണാം, ചില വീടുകളിലെ ചില കുടുംബനാഥന്മാര് നന്നായി മദ്യപിക്കുന്ന ആൾക്കാരായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ചില സന്ദർഭങ്ങളിലെ ആരും ഒരു കാര്യത്തിൽ ഇടപെടാത്ത ചില വിഷമഘട്ടത്തിലെ ഈ അല്പം മദ്യപിച്ച് റോഡ് സൈഡിലൊക്കെ നടക്കുന്ന ആൾക്കാരെ പലർക്കും ഉപകാരങ്ങൾ ചെയ്യുന്ന കാണാറ്, പലരെയും സഹായിക്കുന്നത്, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവരുടെ ഉള്ളിലൊക്കെ നല്ല നന്മ കിടക്കുന്നുണ്ട്. പുറത്തു നോക്കുമ്പോൾ ഒത്തിരി ശത്രുക്കളും ഒക്കെ ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാ ദൈവം നമ്മളെ എന്ത് ചെയ്തത്? അൺകണ്ടീഷണലായി സ്നേഹിച്ചത്.
അൺകണ്ടീഷണലായി സ്നേഹിച്ചത്. നമ്മളെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്വമുണ്ട്. അതുപോലെ തന്നെ ഇരുട്ടും വെളിച്ചവും നമ്മളെല്ലാവരുടെയും ഉള്ളിലുണ്ട്. കർത്താവ് മുഖാന്തരം അല്ലാതെ നമുക്കതിനെ പൂർണ്ണമായ ജയം ഭാഗികമായി നമുക്ക് എല്ലാവർക്കും ജയിക്കാൻ പറ്റും. പക്ഷെ ഒരു കംപ്ലീറ്റ് വിക്ടറി ആ ക്രോസിൽ, കാൽവരി ക്രൂസിൽ യേശു നമുക്ക് തന്ന ആ സുവിശേഷം മുഖാന്തരം മാത്രമേ സാധിക്കത്തുള്ളൂ. യേശു പറയാ, അവിടെ നിന്ന് എന്നെ ഈ കാർക്കിച്ച് തുപ്പുന്ന ഈ ജനവും, എനിക്ക് മുൾക്കിരീടം തരുന്ന ഈ ജനവും, എന്നെ കയ്പുനീര് കുടിപ്പിച്ച ഈ ജനവും, എന്നെ സ്നേഹിച്ച പത്രോസും എന്റെ അമ്മയായ മറിയയും എന്റെ പുറകെ ഓർത്ത് കരഞ്ഞു വരുന്ന എന്റെ ശിഷ്യന്മാരെ എല്ലാവരും എനിക്ക് ഒരുപോലെയാ. താങ്ക് ഗോഡ്. കർത്താവിന് അത് ഉറപ്പായത്. കാൽവരി ക്രോസിന്റെ മുന്നേ പത്രോസിനെ തിരിഞ്ഞു നോക്കി, നീയും എന്നെ തള്ളിപ്പറഞ്ഞു, അപ്പൊ എന്റെ പിതാവ് എന്നോട് സംസാരിച്ചത് സത്യം തന്നെ എന്ന് യേശു ഉറപ്പിച്ച് പാപത്തിലിരിക്കുന്ന ജനത്തിനു വേണ്ടി തന്നെത്താൻ ജീവൻ കൊടുക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ അനോയിന്റിങ് യേശുവിന്റെ ശരീരത്തിലേക്ക് കയറി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. ചില ഡിവൈൻ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ഭയങ്കരമായ ഉൾക്കാഴ്ചയാ. അത് കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റുന്നതും നമ്മുടെ മേൽ ആത്മപകർച്ചയുള്ളവരാക്കി മാറ്റുന്നതും. താങ്ക് ഗോഡ്, താങ്ക് യു ലോർഡ്. നമുക്കൊരു വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തേജസ്സിൽ വസിക്കുന്ന സമയത്ത്, ആദമും അവ്വയും ദൈവത്തോട് കൂടെ നടക്കുന്ന സമയത്ത് എവിടെയാ ശത്രുത്വം വന്നത്? തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഹവ്വയാണ് സകല മാനവരാശിയുടെയും എന്തായി മാറിയത്? പാപത്തിനും ദോഷത്തിനും കാരണമാക്കിയത്. അവിടെ ആ ഒരു ശത്രുത്വം എന്ന് പറയുന്ന ബന്ധം അവിടെയാണ് വന്ന് ജനിച്ചത്. നമ്മൾ വിചാരിക്കും എല്ലാവരും നമുക്ക് സ്നേഹിക്കുന്നവരാണ്. പല സ്ഥലത്തും ഈ എനിമിറ്റി നമ്മളെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചിന്തിക്കും നമ്മളെ സ്നേഹിക്കുന്ന പേര് തന്നെയാ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മളെ ആര് സ്നേഹിക്കുന്നുവോ, നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നുവോ എന്നല്ല എന്റെ വിഷയം. എന്റെ വിഷയം എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരെങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാ. കർത്താവിന് അത് മാത്രമേ ഉള്ളൂ കൗണ്ടിങ്. 1000 പേര് അതുകൊണ്ട് ദൈവം പറയുന്ന 1000 പേര് നിന്റെ ചുറ്റില് പാളയം ഇറങ്ങിയാലും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു പ്രശ്നമല്ല. നിനക്ക് അങ്ങോട്ട് എങ്ങനെ, ആ ശത്രുവിന്റെ നേരെ എങ്ങനെ? അതാണ് ദൈവത്തിന്റെ വിഷയം, അല്ലേ? ഞാൻ എൻ്റെ കർത്താവിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നു, ഞാൻ ദൈവത്തോട് എങ്ങനെ നിൽക്കുന്നു, അതാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എനിമിറ്റി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ശത്രുത്വത്തെ ജയിക്കാൻ? ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കാണാത്ത മിറക്കിൾസ് ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു 2 പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ഷെക്കേന അവിടെ വന്ന് നിറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതം അവിടെ വന്ന് നിറയുമെന്ന് വിശ്വസിക്കുന്നു. ശത്രുത്വം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന വികാരമാ. ശത്രുത്വം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉരുവായി വരുന്നത്. അതിനെ ഇല്ലായ്മ ചെയ്യാനും അതിനെ വളർത്തിയെടുക്കാനും എനിക്ക് സാധിക്കും. ഞാൻ ഒരാളെ സ്നേഹിക്കും എന്ന് തീരുമാനിച്ചാൽ അതിനെ മറികടക്കാൻ ഒരു ശത്രുവിന് സാധിക്കത്തില്ല. ഏത് ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. എന്തുകൊണ്ടെന്നാണെന്നറിയാമോ? ക്രിസ്തു മുഖാന്തരം യേശു സകലത്തിലും പൂർണ്ണ ജയാളിയായതുകൊണ്ട്, കൃപയുടെ മഹാനദി യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗത്തിൽ നിന്ന് കാൽവരി ക്രൂശിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് അളവില്ലാതെ ഒഴുക്കി തരുവാൻ നമ്മുടെ ദൈവശക്തന. കൃപയുടെ മഹാനദി ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കിത്തരും. എത്ര പേര് വിശ്വസിക്കും? നമ്മുടെ ഒരു തീരുമാനം ആ ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ കർത്താവിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴല്ലേ അവിടെ നമ്മളെ ജയോത്സവമായി നടത്താനുള്ള എല്ലാ വഴികളും ദൈവം ഒരുക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ നുകം ലഘുവാണ്, അതുകൊണ്ട് എൻ്റെ നുകം ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിപ്പിൻ, നിങ്ങൾ എടുക്കുന്ന നുകമാ നിങ്ങൾക്ക് ഏറ്റവും ഭാരം. ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ ഇവിടെ ഷെയർ ചെയ്തു തോന്നുന്നു. നമ്മൾ എടുക്കുന്ന നുകമാ ഏറ്റവും അതിന്റെ എൻഡ് എന്ന് പറയുന്നത് അല്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന അയ്യോ കടം വന്നു, ടെൻഷൻ അടിച്ചു, അതായി ഇതായി, അവസാനം എന്ത് ചെയ്തു? ഭയങ്കര നരകമായ അവസ്ഥയിലേക്ക് പോയി. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്പ്ലിറ്റ് ആയി, അത് ഒരാൾ മറ്റേ തിരുത്താൻ നിന്ന് അത് അവസാനം ഡൈവേഴ്സിലേക്ക് പോയി. ജീവിതം എന്നും എന്ത് ചെയ്തു? നമ്മളെ സ്വന്തം വഴി. എന്നാ കർത്താവ് പറയും, നീ ക്ഷമിക്ക്. ഒത്തിരി വിഷമമുള്ള മുഖം തന്നെയാണ്. പക്ഷെ ആസ് കമ്പയർഡ് ടു അവർ
കേഴ്സസ്, നമ്മൾ ഉണ്ടാക്കുന്ന ശാപം, നമ്മൾ ഉണ്ടാക്കുന്ന വേദന, നമ്മൾ ഉണ്ടാക്കുന്ന ജീവിതത്തിലുള്ള ഡാമേജുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കർത്താവ് നമ്മളിൽ ഉണ്ടാക്കുന്ന ചെറിയ ഡാമേജ് ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ലൈറ്റ്. നമുക്ക് ക്ഷമിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലെ. പക്ഷെ അതൊരു ചെറിയൊരു വിഷമേ ഉള്ളൂ അല്ലെ, ഒരു ചെറിയ വിഷമേ ഉള്ളൂ. പക്ഷെ ആ ചെറിയ വിഷമം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ 1000 വാതിലുകളാണ് നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നത്. ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ നിന്നും 1000 വാതിലുകളാ ദൈവം നമുക്ക് വേണ്ടി തുറന്നു വരുന്നത്. ദൈവം അതാ ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഞാൻ ഷെയർ ചെയ്ത മെസ്സേജ്, ഒറ്റ മെസ്സേജ് ആയിരുന്നു ഷെയർ ചെയ്തത്. ഒറ്റ വചനം കൊണ്ട് ഈ പുസ്തകത്തിലുള്ള 1000 വചനത്തെ നമുക്ക് പാലിക്കാൻ പറ്റുന്നു. ഒരു വചനം നമ്മൾ കൃത്യമായി പാലിച്ചാലില്ലേ, ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് മോണിറ്റർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് വചനങ്ങളില്ലേ ഇതിനകത്ത്, പക്ഷെ ഒറ്റ വചനവും 10ൽ 10 മാർക്ക് നമുക്ക് ഉണ്ടാകത്തില്ല. ഒരു വചനത്തിലും 10ൽ 10 മാർക്കോടുകൂടി നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒറ്റ വചനം, എന്നോട് കർത്താവ് പറഞ്ഞ ഒരു വചനത്തെ നീ 10 ഔട്ട് ഓഫ് 10 എന്നുള്ള രീതിയിൽ നീ ചെയ്തു നോക്കിയേ, നീ അത്ഭുത വ്യക്തിത്വമായി മാറുന്നു. നമ്മുടെ വിചാരം നമ്മൾ ഒരുപാട് വചനങ്ങൾ ചെയ്യുന്നുണ്ടെന്നാ. ഇന്ന് ഞാനൊരു ഹോംവർക്ക് തരിക, ഒരു പേപ്പറിൽ എഴുതി ഏത് വചനമാ നിങ്ങൾ 10ൽ 10 മാർക്കോടുകൂടി മാർക്ക് ഇടുമ്പോ 10ൽ 10 മാർക്ക് കിട്ടത്തക്ക രീതിയിൽ ജീവിതത്തിൽ കർത്താവിന്റെ മുന്നിൽ അനുസരിച്ച ഒരു വചനം ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റ വചനവും പൂർണ്ണമായി അനുസരിച്ചിട്ടില്ല എന്ന്. പ്രൈസ് ഗോഡ്. പക്ഷെ അബ്രഹാമും ദാനിയേലും ദാവീദും ഒക്കെ ഇല്ലേ, ഒറ്റ വചനം കൊണ്ട് ശത്രുവിനെ ജയിച്ചവരാ. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അവർ ഒരുപാട് വചനങ്ങളൊന്നും കീപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു വചനമെങ്കിലും അവരില്ലേ ജീവൻ കൊടുത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ സ്നേഹിച്ചിട്ടുണ്ട്, ആ വചനത്തിൽ നിലനിന്നിട്ടുണ്ട്. ഇതിന് എന്റെ കർത്താവ് ഒന്നും കൂടി വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഗോതമ്പ് മണി നിലത്തു വീണ് ചത്താൽ അത് ജീവൻ വ്യാപരിക്കും. ഒരു ഗോതമ്പിന്റെ മണിയെ നിലത്ത് വീണ് ചാകുന്നുള്ളൂ അല്ലെ. ആ ഒരു ഗോതമ്പിന്റെ മണിയിൽ നിന്നാണ് ഒരു സസ്യമേ ഉണ്ടാകത്തുള്ളൂ അല്ലെ, ഒരു ചെടിയെ മുളയ്ക്കത്തുള്ളൂ. ആ ഒരു ചെടിക്കകത്ത് നിന്ന് എത്രമാത്രം ഗോതമ്പ് മണികളാ ഉണ്ടാകുന്നത് അല്ലെ. പക്ഷെ അത്രയും ഗോതമ്പ് മണി നിലത്ത് വീണിട്ടാണോ അത്രയും ഗോതമ്പ് ഉണ്ടാകുന്നത്? അല്ല, ഒരു സിംഗിൾ സീഡ്, പറഞ്ഞാട്ടെ സിംഗിൾ സീഡ്, അത് നിലത്തു വീണ് അതിന്റെ ജീവിതം അതവിടെ എന്ത് ചെയ്തു, ഷെഡ് ചെയ്തു, ആ മണ്ണിനടിയിൽ ആയി, അതിനകത്തുനിന്ന് ഒരു ജീവൻ പുറത്തേക്ക് വന്നു, അതിനകത്ത് 1000 ഗോതമ്പ് മണി മുളച്ചു വന്നു. അതൊരു വലിയ പാഠമായി പിന്നെ മാറി. ഇതുപോലെയാ നമ്മുടെ ജീവിതത്തിൽ ഒരു വചനം നമ്മൾ ആത്മാർത്ഥമായി നമ്മളെ ഹൃദയത്തിന്റെ ആഴത്തിലേക്കിട്ട് അതിനെ നമ്മൾ ഒരു കർഷകൻ ഒരു വിത്ത് കെയർ ചെയ്യുന്നത് എങ്ങനെയാ, അതുപോലെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചാലില്ലേ, ഒരു വലിയൊരു പാഠം, ഒരു വലിയൊരു കൊയ്ത്ത്, വലിയൊരു സമൃദ്ധി, വചനത്തിന്റെ സമൃദ്ധി ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുവാനിട വരും. ഒറ്റ വചനം, എന്നോട് കർത്താവ് പറഞ്ഞു, ഒരു വചനം, ക്ഷമിക്കുക എന്നുള്ള ഒരു വചനം, ഒരു സിംഗിൾ വേർഡ്, ക്ഷമിക്കുക എന്നുള്ള ഒരു സിംഗിൾ വേർഡ് എന്റെ ഹേർട്ടിനുള്ളിൽ ഞാൻ മുളപ്പിച്ച് കഴിഞ്ഞാൽ എത്ര വചനം നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. ആ ക്ഷമിക്കുക എന്നുള്ള ഒറ്റ വചനം കൊണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം വചനത്തെ നിങ്ങൾ പാലിക്കുന്നറിയാം. ശത്രുത്വം ഇല്ലാതായി പോവും, അസൂയ ഇല്ലാതായി പോവും, പകയില്ലാതായി പോവും, പരദൂഷണം ഇല്ലാതായി പോവും, ദ്വന്ദ്വപക്ഷം ഇല്ലാതായി പോവും അല്ലെ. നമ്മൾ ഒരാളോട് പൂർണ്ണമായി ക്ഷമിച്ചാൽ 10ൽ 10 മാർക്കിൽ 100ൽ 100 മാർക്കിൽ ക്ഷമിച്ചാൽ പരദൂഷണം, ദ്വന്ദ്വപക്ഷം, ഏഷ്യടി, അസൂയ, എന്താ പറയാ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, എത്ര വചനമാണ്. നമ്മൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരുപാട് വചനത്തെ നമ്മൾ ജീവിതത്തിലേക്ക് പാലിക്കുവാനിട വരും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചില സത്യങ്ങൾ മനസ്സിലാക്കണം. യേശു കാൽവരി ക്രൂസിൽ ദൈവം ഇല്ലായ്മ ചെയ്തത് ശത്രുത്വത്തെയാണ്. ശത്രുത്വം എന്ന ആ ഇമോഷനെ, ശത്രുവിനെ അല്ല ഇല്ലാതാക്കിയത് അല്ലെ. ശത്രുവിനെ ഇല്ലാതാക്കിയെങ്കിൽ യേശുവിന്റെ കാൽവരി ക്രൂസിലെ എല്ലാ ശത്രുവിനെ, പടയാളികളെ എല്ലാം കൊന്ന് അതിനെ എല്ലാം യുദ്ധം ചെയ്ത് തീർക്കേണ്ടതായിരുന്നില്ല യേശു ശത്രുവിനെ അല്ല ഇല്ലാതാക്കിയത്, യേശു ശത്രുത്വത്തെയാ ഇല്ലാതാക്കിയത്. കാൽവരി ക്രൂശിൽ മനുഷ്യരാശിയോടുള്ള ശത്രുത്വത്തെ യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു പാലത്തെ യേശു അങ്ങ് മാറ്റി. അവിടെ അൺകണ്ടീഷണൽ ലവ്, സാഹചര്യം കൂടാതെയുള്ള സ്നേഹം, സാഹചര്യത്തെ
നോക്കാതെയുള്ള സ്നേഹം, നിത്യമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്ന ജീവ നദി എന്ത് ചെയ്തു? തന്റെ ജനത്തിന്റെ മധ്യേ ഒഴുക്കി. അങ്ങനെ സകല മുഴങ്കാലും യേശു എന്ന നാമത്തിനു മീതെ മുഴങ്കാലും മടങ്ങുവാൻ ഇട വന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. എനിക്കറിയത്തില്ല എന്റെ വായിൽ നിന്ന് വരുന്ന വചനം പറയാൻ എനിക്ക് ഇത്രയേ കഴിവുള്ളൂ. പക്ഷെ എന്നേക്കാൾ ഒത്തിരി ശ്രേഷ്ഠതയുള്ള ദേവദാസന്മാരും ദാസിമാരും മുന്നില ഞാൻ ഇത് സംസാരിക്കുന്നത്. എനിക്കറിയാം 1000 ആത്മാവിന്റെ വെളിപ്പാടായി അത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയത് തന്റെ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കാൽവരി ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. എങ്ങനെ ആരും നമ്മളെ ഈ ഭൂമിയിൽ മരണം വരെ എല്ലാ സാഹചര്യത്തിലും നമ്മളെ സ്നേഹിക്കുന്ന ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും ഔദാര്യമായി നമുക്ക് സ്നേഹിക്കാം. താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ അത്ഭുതകരം നമ്മളെ ജീവിതത്തിൽ വെളിപ്പെടുവാനിട വരും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഓഫീസിൽ എനിക്കൊരുണ്ടായ ഒരു അത്ഭുതമാണ്. ഞാൻ അവിടെ ഓഫീസിൽ കയറി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വചനം അയച്ചു. എന്റെ പൊസിഷൻ മാറി. എന്റെ കഴിവുണ്ട് എന്ന് ഞാൻ പറയത്തില്ല. ഒരു ദിവസം ഏർലി മോർണിംഗിൽ ഞാൻ ഓഫീസിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ ഒരു 1 hour ഏർലി ഞാൻ എത്തും. എന്റെ ഓഫീസ് ഹസ്ബൻഡും ഞാൻ ഒന്നിച്ചാ പോകുന്നത്. അപ്പൊ ഇത്ര നാളവും ബൈബിൾ വായനയും എന്താ പറയാ പ്രാർത്ഥനയും മെഡിറ്റേഷനും മാത്രമേ എനിക്കുള്ളൂ. യുഐയിൽ ഒരു എക്സ്പീരിയൻസും ഒരുപാടായിട്ട് എനിക്കില്ല. ചോദിച്ചാൽ കുറച്ച് വചനം അറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം കറി വെക്കാൻ അറിയാം, അല്ലെ? സാമ്പാർ, പച്ചരി, ഡാൽ, കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. കർത്താവിനോടുള്ള എരിവ് നിമിത്തം കുറേ നാള് ഞാൻ ജോലി ഒന്നുമില്ല, വചനം അങ്ങനെ ഒരു ആശയായിരുന്നു എനിക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ജോബിന് കയറണം ഒത്തിരി കാലമായിട്ട് ആഗ്രഹിക്കുക. പ്രവചനം എൻ്റെ മുന്നിൽ വന്നു. എൻ്റെ അടുത്ത് ഒരു പ്രവചനം വന്നു, നീ ഒരു വലിയ ടീമിന്റെ ഹെഡായി നീ മാറും. ഒരു പ്രവചനം എൻ്റെ മുന്നിൽ വന്നു. പക്ഷെ അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല. അങ്ങനെ ഞാൻ ഒരു ഓഫീസിൽ പ്ലാനിങ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഞാൻ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ ഞാൻ പോയി. ഞാൻ അവിടെ എന്നും രാവിലെ പോയിട്ട് പ്രാർത്ഥിക്കും, അന്യഭാഷയെ പ്രാർത്ഥിക്കും. ഏറ്റവും ആദ്യം ഓഫീസിലെത്തുന്നത് ഞാനാ. അത് ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ അതിന്റെ തൊട്ടടുത്ത് ഇവിടെ AC ഇട്ട, യുഐയിലൊക്കെ നല്ല AC ഇട്ട ബസ് സ്റ്റോപ്പ് ഉണ്ട്, എല്ലാവർക്കും വന്നവർക്ക് അറിയാം. അതിനകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒരു മോർണിംഗിൽ ആ സൺലൈറ്റ് വരുന്ന സമയത്ത് ഞാൻ നോക്കി, ആകാശത്തെ നോക്കി പ്രാർത്ഥിക്കും, കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കും, ദൈവത്തിനെ എഡിഫൈ ചെയ്യും. ഇങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നു, യോസെഫിനെ രാജാവിന്റെ ഭാര്യയായിരുന്ന രാജ്ഞിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് പിടിക്കപ്പെട്ടത്. എന്നിട്ട് പോലും എന്റെ ദൈവം യോസെഫിനെ ആ രാജാവിന്റെ സിംഹാസനത്തിലേക്ക് ഇരുത്തുവാൻ തക്കവണ്ണം ആ ശത്രുത്വത്തെ മാറ്റി. റമന ഷിഖറബാബ, ആ ശത്രുത്വം, അല്ലെ? ശരിക്കും തോന്നണ്ടേ ആ നിമിഷം യോസെഫിന്റെ തല ഉണ്ടാകത്തില്ല, അല്ലെ? യോസെഫ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ആളാ. സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചു, രാജ്ഞിയെ പീഡിപ്പിച്ചു എന്ന കംപ്ലൈന്റ് ഭാര്യ ജെന്യൂൻ ആയിട്ട് രാജാവിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിരിക്കുക. മരണമല്ലാതെ വേറെ ഒന്നും മുന്നിലില്ല, അവിടെ ഒരു ശത്രു മുന്നിലേക്ക്. അപ്പൊ കർത്താവിന്റെ ആത്മാവ് ആ യോസെഫിനെ എന്ത് ചെയ്തു? മരണയോഗ്യനായ യോസെഫിനെ അവിടെ വലിയ രാജാവ് പറയാ, എനിക്ക് തൽക്കാലം ക്ഷീണിക്കുമ്പോ ഇരിക്കാനൊരു സിംഹാസനം മതി, എനിക്ക് ക്ഷീണം തോന്നുമ്പോൾ ഇരിക്കാൻ ആ ചെയർ എനിക്കൊന്ന് തന്നാ മതി, ബാക്കി എല്ലാം കൊണ്ടും യോസെഫിനെ രാജാവ് ഏൽപ്പിച്ചു കൊടുത്തു. എന്നോടൊന്നും ചോദിക്കേണ്ട, എന്തറിയണമെങ്കിൽ രാജ്യത്തിന്റെ കാര്യം അറിയണമെങ്കിൽ യോസെഫിനോട് ചോദിച്ചാൽ മതി എന്ന രീതിയിൽ രാജ്യത്തെ മുഴുവനായി ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? യോസെഫിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവം, ഈ ദൈവമല്ലേ എന്റെയും ദൈവം? ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദൈവത്തോട് ചോദിക്കുക, അങ്ങനെ ഒരു ഹാബിറ്റ് എനിക്കുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവ്, ഈ ദൈവമല്ലേ എന്റെയും ദൈവം? അർഹിക്കാതെ രാജ്യസിംഹാസനത്തിലേക്ക് ഇരുത്തിയ ദൈവം, അർഹതയില്ലാതെ നെഗറ്റീവ് കേസിൽ പിടിക്കപ്പെട്ടിട്ട് പോലും ആ യോസെഫിനെ സിംഹാസനത്തിലേക്ക് ഇരുത്തിയ ദൈവം, ആ ദൈവമല്ലേ എന്റെയും ദൈവം എന്ന് ഞാൻ കർത്താവ്
കർത്താവിനെ എൻ്റെ ഉള്ളം കൊണ്ട് ആരാധിക്കാൻ തുടങ്ങി. ഇതെന്റെ ദൈവം എന്ന് പറഞ്ഞ് എൻ്റെ അകത്തളം കൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. ഈ ദൈവത്തെ ഇങ്ങനെ ആരാധിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ചെവിയിൽ നിന്നും എൻ്റെ കണ്ണിൽ നിന്നടക്കം എനിക്ക് തണുപ്പ് പുറത്തേക്ക് വരുന്ന ഒരു അനുഭവം ഉണ്ടായി. ഒരു മഞ്ഞ് വന്ന് നിറയുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു കാര്യവും പ്രാർത്ഥിച്ചില്ല. ഞാൻ യോസേഫിന്റെ ദൈവമായ എൻ്റെ ദൈവം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അന്ന് പതിവ് പോലെ ഓഫീസിൽ പഞ്ച് ചെയ്ത് കയറി. അന്ന് ഉച്ച സമയമാകുമ്പോൾ ഓഫീസ് ബോയ് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനി മാഡത്തെ ഉണ്ട്, സർ വിളിക്കുന്നു, ക്യാബിനിലേക്ക് വിളിക്കുന്നു, ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ അവിടെ ഒരുപാട് മാനേജേഴ്സ് പൊസിഷനിൽ അതിൽ ഹെഡായിട്ട് നിൽക്കുന്ന ഒരു ലേഡി ഉണ്ട്. ഭയങ്കര ഹൈറ്റും വെയിറ്റ് തടിച്ച് എല്ലാവർക്കും പേടിയാ. ഒന്ന് നോക്കിയാൽ പഞ്ച് ചെയ്യുന്നവരൊക്കെ പേടിച്ചാ പോവുക. 5 മിനിറ്റ് ലേറ്റ് ആയി ഒന്ന് നോക്കും അവിടെ നിന്ന്. ഭയങ്കര പേടിയാ എല്ലാവർക്കും. ഭയങ്കര വിറച്ചു നിൽക്കുന്ന ഒരാള്. ഞാനൊക്കെ പോയിട്ട് സംശയിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പല പ്രാവശ്യം തിരിച്ചു വന്നിട്ടുണ്ട്. അത്രയും പേടിയായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു അവിടെ എന്ത് ചെയ്തത്. ഈവൻ ഞങ്ങളെ ബോസ് പറയാ, ബോസിന് പോലും പേടിയായിരുന്നു. പിന്നെ ഞങ്ങളോട് പറയാ, എനിക്ക് തന്നെ പേടിയായിരുന്നു. ബോസിന്റെ ഓണറ് MD-യുടെ അടിയിലുള്ള സ്റ്റാഫ് ആണെങ്കിൽ പോലും MD-ക്ക് പോലും പേടിയായിരുന്നു. അതുപോലെ പിന്നെ എൻ്റെ അടുത്ത് പറയാനിട വന്നത്, അങ്ങനെയുള്ള ഒരു സീറ്റിൽ ഇരിക്കുന്ന ഒരു ലേഡി അവിടെ ഓപ്പറേഷൻ മാനേജർ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുകയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് എന്നെ ക്യാബിനിലേക്ക് വിളിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഷൈനി എങ്ങനെ ജോബൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചെയ്യാൻ കാര്യങ്ങൾ അറിയാമോ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സർ, കുഴപ്പമില്ല, ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് കുറച്ചു നേരം, ഷൈനിക്ക് എങ്ങനെയാണ് മാനേജിങ് ജോലി ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു, ആ ക്യാബിനിൽ ഇരിക്കുന്ന ആ ലേഡിയെ കൊണ്ട് ഒരു കാര്യം നിനക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ സാറെടുത്ത് പറഞ്ഞു, സാർ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് പറയാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നീ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, MD ആയ സാറാണ് കമ്പനിയുടെ MD. സാർ ഒരു കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാം, അതിന് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നതിന് മുന്നേ സാറുടെ ലാപ്ടോപ്പിനകത്ത് സാർ ലെറ്റർ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ടുഡേ ഓൺവേഴ്സ് ഇൻ അവർ ഓഫീസ് ദ ഓപ്പറേഷൻ മാനേജർ പൊസിഷൻ ഈസ് ഗിവൺ ടു ഷൈനി സുജിത്. ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്, ഓൾ ദ ഹെഡ് ഓഫ് ദ സ്റ്റാഫ് ഷുഡ് റിപ്പോർട്ട് ഹർ. ഇന്ന് ഉള്ള ഒരു ലെറ്റർ അവിടെ ടൈപ്പ് ചെയ്തിട്ട് എന്നെ കാണിച്ചു തന്നു. ഇന്നു മുതൽ ആ ലേഡി ഇരിക്കുന്ന സീറ്റിലെ ഞാൻ നിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ മാനേജറാക്കി മാറ്റാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ എന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു വചന ഹൃദയത്തിൽ വന്ന് അത് നമ്മൾ സ്നേഹിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് അതിനെ ഹോണർ ചെയ്ത സമയത്തിലെ ദൈവം പ്രവർത്തിച്ച വിധം, ദൈവം പ്രവർത്തിച്ച വഴിയെ ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രാവശ്യം ഞാൻ സാർ എടുത്ത് പറഞ്ഞു, സാർ എനിക്ക് ഓപ്പറേഷൻ മാനേജർ പോസ്റ്റ് ഒന്നും ആവശ്യമില്ല, ഞാൻ സാധാരണ എനിക്ക് ഇഷ്ടം QS എഞ്ചിനീയർ, പ്ലാനിങ് എഞ്ചിനീയർ. സാർ പറഞ്ഞു, നോ, യു ഷുഡ് ബി ദ ഓപ്പറേഷൻ മാനേജർ. ദൈവം എൻ്റെ അടുത്ത് പ്രവചനം, പല പ്രവാചകന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു ടീമിന്റെ ഹെഡ് ആവുമെന്ന് പറഞ്ഞു. അത് അതുപോലെ നിവർത്തിക്കുന്നത് കാണുവാനിട വന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ വാസ്തവമായി കർത്താവിനെ സ്നേഹിക്കുവാൻ പറ്റിയെങ്കിൽ, ഞാൻ സ്നേഹിച്ചു എന്നല്ല പറയുന്നത്, ഞാൻ ഈ വചനങ്ങളൊന്നും അനുസരിക്കുന്ന ഒരാളാന്നല്ല പറയുന്നത്, പക്ഷേ ഒരു അഗാധമായ ആഗ്രഹം, ഒരു ഡീപ്പസ്റ്റ് തേഴ്സ്റ്റ് എൻ്റെ ഹേർട്ടിലുണ്ട്. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം തെറ്റിപ്പോയാലും ആ തെറ്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നവളല്ല. കർത്താവെ, നാളെ അതിൽ നിന്ന് മാറി ദൈവമേ ഒരു റിന്യൂവിങ് ഹേർട്ട്, ഒരു റിപ്പൻറ്റിങ് ഹേർട്ട്, ഒരു ചേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം ലോകസ്ഥാപനത്തിനു മുന്നേ തന്റെ ജനത്തിനു വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന നന്മകള്, നമുക്ക് എണ്ണിയാൽ തീരാത്ത അനവധി നന്മകള്, ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഓഹരി, ഇതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവെ, ഞാൻ ജഡത്തിൽ ബലഹീനയെങ്കിലും ദൈവമേ അങ്ങയുടെ വചനത്തെ ജീവിതത്തിൽ ചെയ്തെടുക്കണമെന്ന അമിതമായ ഒരാഗ്രഹം കർത്താവ് ഹൃദയത്തിൽ തരുവാനിട വന്നു. പലതിലും നമ്മൾ തെറ്റിപ്പോകും, ഡോൺ വറി. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ അതിനെ പറഞ്ഞ് റിപ്പന്റ് ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിലേ, വി ആർ സോ പ്രഷ്യസ്. വീണ്ടും വീണ്ടും ചെയ്ത തെറ്റ് തന്നെ ചെയ്ത് കർത്താവിനെ പരിഹസിക്കുന്നത് പോലെ ആകല്ലേ. ഒരു തെറ്റ് ചെയ്ത ഉള്ളിൽ കൊണ്ട് മാനസാന്തരം നമുക്ക് വേണം. ഉള്ളിൽ കൊണ്ട് തെറ്റാണെന്നൊരു ബോധ്യം നമുക്ക് വേണം. ഇനി ഈ തെറ്റിനെ ഞാൻ വെറുക്കുന്നു, ഈ തെറ്റെനിക്ക് വേണ്ട, അതിനെ കിക്കിറ്റവേ, അതിനെ പുറത്തേക്ക് ചവിട്ടിക്കളഞ്ഞ് മുന്നോട്ട് കയറുവാനുള്ള ഒരു ആത്മശക്തി നമുക്ക് വേണം. ആരുടെ മുന്നിലും നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകണ്ട. നമ്മൾ ചെയ്ത നന്മകളൊന്നും ആരോടും തെളിയിക്കാൻ പോകണ്ട. പക്ഷേ വീട്ടിലിരിക്കുന്നിടത്ത് നിന്നില്ലേ ജനത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുവാൻ എൻ്റെ
കർത്താവിന് സാധിക്കും. നിങ്ങൾക്കറിയാമോ, ഞാനിപ്പോ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് സൂം മീറ്റിങ്ങുകളിൽ ഞാൻ മെസ്സേജ് പറയാനിട വന്നു. ഒരൊറ്റ പാസ്റ്ററുമായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ല, ഒരു വ്യക്തിയുമായിട്ട് സ്പിരിച്വൽ ഔട്ട്സൈഡ് ഞങ്ങളെ സഭയ്ക്കകത്തുള്ള നമ്മളെ സാധാ സ്പിരിച്വൽ ഫ്രണ്ട് അല്ലാതെ എനിക്ക് കണക്ഷൻ ഇല്ല. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, അടുക്കളയിൽ നിന്നുകൊണ്ട് ആത്മാവിന്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് റിപ്പോർട്ട് കിട്ടിയപ്പോഴേ എടുത്ത് ജനത്തിന്റെ മുന്നിൽ നീ ഇത് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇടുവാനിട വന്നു. താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്. ദൈവം ചിലത് നമ്മളിൽ ഉള്ളിലേക്ക് നിറയ്ക്കുമ്പോഴേ അത് പകരുവാൻ കർത്താവ് തന്നെ വഴി നമുക്ക് ഒരുക്കും. ആത്മാർത്ഥമായി നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് അധികമായ കൃപ തരും. യേശു ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാ? യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ഭൂമിയിലേക്ക് വന്നത് വലിയ ഞാൻ എല്ലാ മെസ്സേജിൽ ഞാൻ ഇത് ഷെയർ ചെയ്യാതെ പോകത്തില്ല, എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാൻ ഇത് പറയും. യേശു ഭൂമിയിലേക്ക് വന്നത് 2 ബിഗ്ഗസ്റ്റ് 2 സൂട്ട് കേസുമായിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. എന്താ 2 സൂട്ട് കേസ് എന്ന് പറയാമോ? ഞങ്ങൾ ഈ ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ 2 ലഗേജ് ഉണ്ടാവും. കുറേ ചോക്ലേറ്റ്സും അതും ഇതും കുട്ടികൾക്ക് അല്ലെ, സ്പ്രേയും ഇതൊക്കെ വാങ്ങിക്കൊണ്ട് 2 ലഗേജ്, ഓരോരുത്തർക്ക് 2 പേഴ്സണൽ ലഗേജ് ഉണ്ടാവും. ഒന്ന് പറയാമോ യേശു കൊണ്ടുവന്ന ലഗേജ് ഏതാണ്? സ്വർഗത്തിന് 2 ലഗേജുമായിട്ടാണ് യേശു വന്നത്. ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയാമോ? ആർക്കെങ്കിലും അറിയെങ്കിലും? കൃപയും സത്യവും. 2 ലഗേജ്. ഒരു ലഗേജിന്റെ പേര് കൃപ, മറ്റേ ലഗേജിന്റെ പേര് സത്യം. അവൻ കൃപയും സത്യവും എടുത്തുകൊണ്ടാ, ട്രോളി ബാഗിൽ എടുത്തുകൊണ്ടാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? ഭൂമിയിൽ അവന് വാരി വിതറി, ചോക്ലേറ്റ് വാരി വിതറി കൊടുക്കുന്നത് പോലെ അല്ലെ. നമ്മൾ ഗൾഫിൽ നിന്ന് വന്നാൽ ചോക്ലേറ്റ് കൊടുക്കാൻ അങ്കിളുമാര് വരുമ്പോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അല്ലെ. ഞാനൊക്കെ പോയി വന്നാൽ എല്ലാ കുഞ്ഞുങ്ങളും എന്റെ വീട്ടിന്റെ മുറ്റത്തുണ്ട്. എന്താണ് അറിയാം, ചേച്ചി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചോക്ലേറ്റ് തരുന്നു. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുത്തു. കൃപമേൽ കൃപ പകർന്നു. അവൻ ചോദിക്കുന്നവർക്കൊക്കെ വാരി വിതറി സത്യത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവരാജ്യത്ത് ന്യായപ്രമാണ കാലത്ത് മറഞ്ഞിരുന്ന സത്യത്തെ അവൻ വാരി വിതറി ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, പീഡനം അനുഭവിക്കുന്നവർക്ക്, കഷ്ടം അനുഭവിക്കുന്നവർക്ക് അവൻ വാരി വിതറി കൃപയും സത്യവും വാരി വിതറി കൊടുത്തു. താങ്ക് ഗോഡ്. അതുകൊണ്ട് കർത്താവ് പറയാ, കൃപമേൽ കൃപ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു, അവന്റെ കൃപ നിനക്ക് മതി അല്ലെ. മറിയ വന്നപ്പോഴെന്താ, മറിയയുടെ മേലെ ഒറ്റ വന്ദനം. എന്താ ആ വന്ദനത്തിന്മേല? മറിയ പുൽത്തൊട്ടി മുതൽ കാൽവരി ക്രോസ് വരെ, കാൽവരി വരെ ഒരമ്മ എന്ന് പറയുന്ന റോൾ എടുക്കാതെ, ഒരമ്മ എന്ന് പറയുന്ന റോളിലേക്ക് കേറാതെ മറിയയെ ഒരു വുമണാക്കി നിർത്തിയത് ഒരൊറ്റ വന്ദനമാ. ആ വന്ദനം എന്താണെന്നറിയാമോ? കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ആ സ്വരത്തിലെ ഏഞ്ചൽസ് മറിയയുടെ മേൽ ഇമ്പാർട്ട് ചെയ്ത ഒരു വലിയ നദി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കൃപയുടെ നദി. കൃപ നിറഞ്ഞവളെ. ആ കൃപ പകർന്ന സമയത്തില് ആ പുൽത്തൊട്ടി മുതൽ കാൽവരി ക്രൂശ് വരെ എന്ത് ചെയ്തിട്ടില്ല? ഒരു അമ്മയുടെ റോൾ എടുത്ത് വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാ ഇമ്മാനുവൽ എന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ പദ്ധതിക്ക് വേണ്ടി ക്രിസ്തുവിനെ എന്നിൽ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഞാനിതാ ഈ കുഞ്ഞിനെ ഞാൻ ക്യാരി ചെയ്യുന്നു എന്ന പൊസിഷനെ ഐഡന്റിഫൈ ചെയ്ത് മരണം വരെ, ക്രിസ്തുവിന്റെ അവസാന നിമിഷം വരെ നേരെ സ്റ്റേണായിട്ട് നിൽക്കുവാൻ മറിയയ്ക്ക് ദൈവം കൃപ കൊടുത്തു. ആ ഒരൊറ്റ വന്ദനം കൊണ്ട്. താങ്ക് ഗോഡ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മള് അനുസരിക്കുന്ന മക്കള്, നന്നായി അനുസരിക്കുന്ന ഒരു കുഞ്ഞ്, എന്തു പറഞ്ഞാൽ അനുസരിക്കുന്ന, ദൈവത്വം തുളുമ്പി നിൽക്കുന്ന ഒരു കുഞ്ഞ് യേശു. ഈ കുഞ്ഞിന് നേരെ 2 പേര് വർത്തമാനം പറഞ്ഞ, 2 പേര് കൈ ചൂണ്ടിയാൽ, ഒരമ്മയാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമ്മൾ എഴുന്നേൽക്കും? നമ്മളായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ പറയാമോ? എന്റെ കുഞ്ഞിനോടാണോ സംസാരിക്കുന്നത്? അവൻ അങ്ങനെയല്ല. എത്ര സ്ഥലത്ത് നമ്മൾ ഇന്റർസീഡ് ചെയ്യാൻ പോകും, എത്ര സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകും? തെളിയിക്കാൻ പോകും പലതും. എന്തൊക്കെ സ്ഥലങ്ങളല്ലേ നമ്മൾ അമ്മമാര് പല സന്ദർഭങ്ങളിൽ പതറിപ്പോകാറില്ലേ? ഇനി വെപ്രാളപ്പെട്ടു പോകാറില്ലേ? ആ 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി എന്ന് പറയുമ്പോ നെഞ്ചു പൊട്ടി ചത്തുപോകത്തില്ലേ? അല്ലെ, നമ്മൾ മരിച്ചു പോകത്തില്ലേ? പക്ഷെ അവിടെയൊക്കെ എന്തായിരിക്കും മറിയയെ കാൽവരി ക്രൂശ് വരെ എത്തിച്ചത്? ആ ഒരൊറ്റ വന്ദനം. ദൈവ സ്വർഗത്തിൽ നിന്ന് പകർന്ന അസാധാരണമായ കൃപയുടെ നദി. ഏത് സാഹചര്യത്തെ അതിജീവിച്ചു പോകുവാനുള്ള കൃപയുടെ നദി. എന്താ കൃപയുടെ വചനം? മനുഷ്യനല്ല സാധ്യം, എന്റെ ദൈവത്താൽ സകലതും സാധ്യം. അതാണ് കൃപയുടെ ഡെഫിനിഷൻ.
എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാ. കൃപ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്നാൽ മനുഷ്യനാൽ അസാധ്യം, എന്റെ ദൈവത്താൽ സകലതും സാധ്യം. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധിക്കാനുള്ള ഒരു കപ്പാസിറ്റിക്കാണ് ഗ്രേസ് എന്ന് പറയുന്നത്. അതിനുള്ള കേപ്പബിലിറ്റി, ഇന്റലിജന്റ് എന്നൊക്കെ പറയത്തില്ല നമ്മള്, അവൻ നല്ല ഇന്റലിജന്റാ, അവൻ നല്ല എക്സ്പെർട്ടാന്നൊക്കെ പറയുന്നത്. ഷീസ് സോ ഗ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ദൈവത്തിന്റെ വചനത്തെ മനുഷ്യനെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിലോ അവക്കത് ചെയ്തെടുക്കുവാനുള്ള എന്തോ ഒരു സിദ്ധിയുണ്ട്. അതാണ് കൃപ എന്ന് പറയുന്നത്. കൃപ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സാഹചര്യത്തെയും മറികടക്കുവാനുള്ള ഒരു ഉള്ളിലുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. ഈ കപ്പാസിറ്റിയാണ് ക്രിസ്തു നമുക്ക് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളെ കയ്യിലേക്ക് തന്നത്. താങ്ക് ഗോഡ്. ഞാൻ ഇന്ന് കർത്താവെ 2 വചനത്തെയാണ് ഞാൻ മർമ്മമായി എന്ന് പറഞ്ഞത്. എഫേഷ്യൻസ് 2:16 എന്താ പറയാ, കൊലോഷ്യൻസ് 2:16, എഫേഷ്യൻസ് 2-ാം അധ്യായം, അതിന്റെ റെഫറൻസ് എത്രയായിരുന്നു? 2:14. Thank you, Lord. Thank you, Father. Thank you, Holy Spirit. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you. Ephesians 2:15 and Colossians 2:14. ഈ 2 വചനത്തെ അവൻ ശത്രുത്വം എന്ന നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി. യേശു എന്താ ചെയ്തത്? ഇരുപക്ഷം. ഏതാ ഈ ഇരുപക്ഷം? ശത്രു എന്ന പക്ഷവും മിത്രം എന്ന പക്ഷവും. അതിനെ 2ഉം കൂടി ദൈവം എന്ത് ചെയ്തു? ഒന്നാക്കി. വേറൊരു പക്ഷം സ്വർഗവും ഭൂമിയും, അല്ലെ? സ്വർഗവും 2 ഭാഗത്തെയും ദൈവം എന്ത് ചെയ്തു? ഒന്നാക്കി. യേശു മുഖാന്തരം സ്വർഗത്തിലുള്ള കാര്യങ്ങൾ ഭൂമിയിലേക്ക് വരുവാൻ തുടങ്ങി. സ്വർഗത്തിലുള്ളത് 2 ഭാഗമായി കിടന്നതിനെ ദൈവം ഒന്നാക്കി. എന്ത് ചെയ്തു എന്നറിയാവോ? സകലത്തിനെ ആയുധവർഗം വെപ്പിച്ചു ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫാദർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യട്ടെ. ഈ വചനത്താൽ ദൈവം വലിയ കാര്യങ്ങൾ, വലിയ ടെസ്റ്റിമണികൾ ഈ വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫാദർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. താങ്ക് യു ലോർഡ്. പണ്ടൊക്കെ പ്രവചിക്കുന്നവരുണ്ടായിരുന്നു, അല്ലെ? പണ്ടൊക്കെ ഞാൻ അറിയാം, ടിജോ തോമസ് പാസ്റ്റർ നമുക്കറിയാലോ, പലരും പേരുകൾ പറഞ്ഞ് പ്രവചിക്കാറുണ്ടായിരുന്നു. പേരുകൾ അതുപോലെ പറയാം. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, ആ ദൈവദാസനുള്ള അതേ ആത്മാവ് തന്നെയല്ലേ? പലരും കളവാണെന്ന് പറയുന്നല്ലോ. ചെയ്യുന്ന പല കാര്യങ്ങളും അത് നോക്കി വായിക്കുന്നത്, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാര്യങ്ങൾ എടുത്തിട്ടാ പറയുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ എനിക്കും ഒന്ന് വെളിപ്പെടുത്തി തരാമോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. എനിക്കും ഒന്ന് വെളിപ്പെടുത്തി തരാമോ? പ്രൈസ് ഗോഡ്. പേരുകൾ വെളിപ്പെടുത്തി തരാമോ എന്ന് ചോദിച്ചു. അത്ഭുതം ഒന്ന് പറയട്ടെ. എന്റെ മുന്നിലിരിക്കുന്ന ചില വ്യക്തികളുടെ വീട്ടിലിരിക്കുന്ന അപ്പന്റെയും അമ്മയുടെയും പേരുകള്, ഞാൻ ഇതുവരെ കാണാത്ത ആൾക്കാര്, എനിക്ക് ഇതുവരെ അറിയാത്ത ആൾക്കാരെ വീട്ടിലെ കുഞ്ഞിന്റെ പേര്, ഇതൊക്കെ കർത്താവ് എനിക്ക് കാണിച്ചു തരുമ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നമുക്ക് പേഴ്സണലി കർത്താവുമായിട്ടൊരു ബന്ധം ചെയ്താൽ അവൻ ദൈവമെന്നും പഴയ നിയമകാലത്ത് ദൈവം ചെയ്ത സകലതും അത് അങ്ങനെ തന്നെയെന്നും ദൈവം നമുക്ക് തെളിയിച്ചു തരും. എന്റെ മുന്നിൽ പേര് വെളിപ്പെടുത്തി തന്നു. എന്റെ ചേർച്ചിൽ ഒരാൾക്കും അറിയത്തില്ല. ഏജ്ഡ് ആയിട്ട് എത്രയോ നാളായിട്ട് ഞാൻ ഒരു പുതിയ സഭയിൽ പോയപ്പോ അവിടെ ഒരു സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജോണി ആൻഡ് ഒരു പേര് 2 ഫാദർ ആൻഡ് മദർ. എനിക്ക് ഇതുവരെ അറിയത്തില്ല അവരെ കറക്റ്റ് ആ പേര് എനിക്ക് കാണിച്ചു. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ 2 പേര് എന്നെ കാണിക്കും, ഇതാരാ? എന്റെ അപ്പനോ എന്റെ അമ്മയോ എന്ന് പറഞ്ഞു. അന്ന് ഞാനില്ല, എന്റെ സത്യത്തിൽ ആ സിസ്റ്റർ അല്ല വരച്ചത്, എന്റെ മുട്ടായിരുന്നു കിടുകിടാന്ന് വരയ്ക്കുന്നത്. ആ സിസ്റ്റർക്ക് അത്ര അത്ഭുതമില്ല, കേട്ടു, ഓക്കെ. പക്ഷെ എന്റെ ഉള്ളിലില്ലേ ആ സമയത്ത് ഭയങ്കര കർത്താവില് എന്റെ ഉള്ളം ഭയങ്കര എഡിഫൈഡ് ആകാനിട വന്നു. കാരണം എന്താണെന്നറിയോ? നമ്മൾ പ്രവചന വരത്തെ ആഗ്രഹിക്കണം. നമ്മൾ കർത്താവിന്റെ ദൈവത്തിൽ നിന്ന് വരുന്ന ഗിഫ്റ്റുകളെ നമ്മൾ ആഗ്രഹിക്കണം. എന്തിനാണെന്നറിയോ ഗിഫ്റ്റുകളെ ആഗ്രഹിക്കാൻ? നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രവചിക്കാനും ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കാണിക്കാനല്ല, നമ്മളിൽ ജീവിക്കുന്ന ദൈവം എന്തെന്ന് നമ്മുടെ ആത്മാവിനെ കൊണ്ട് നമുക്ക് ഗ്രഹിപ്പിക്കാൻ. ഞാൻ എന്നിലൂടെ ഓരോ കാര്യവും വെളിപ്പെടുമ്പോ ഞാൻ എന്റെ ഉള്ളിലുള്ള ആത്മാവ് എഡിഫൈഡ് ആകുന്നത്, ഞാൻ ആ ദൈവത്തോട് ഭയത്തോട് പറ്റിച്ചേരുന്നത്, ഞാൻ എന്റെ
എന്റെ കർത്താവിന്റെ അടുത്ത് പൂർണ്ണമായ ഒരു വിധേയത്വത്തിലേക്ക് വരുന്നത്. തെറ്റിദ്ധരിക്കരുത്. നമ്മളിൽ ഒരു പ്രവചിക്കുന്നത്, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാ. ദൈവം എല്ലാ ഫ്രൂട്ടും തരുന്നത് മറ്റുള്ളവരുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാന്ന് നമ്മൾ വെറുതെ വിചാരിക്കുക. ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ എന്റെ മുന്നിൽ ഉണ്ട്, ദൈവദാസിമാരുണ്ട്. നമുക്കറിയാം, നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അനുഭവിക്കുന്നവരെക്കാൾ കൂടുതൽ ഉള്ളിൽ നമ്മൾ തന്നെയാണ് ആത്മാവിനോട് അടുത്തടുത്തടുത്ത് വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മീക വരങ്ങളെ നമ്മൾ വാഞ്ചിക്കണം, ദൈവത്തിന്റെ ആത്മാവിന്റെ വരങ്ങളെ നമ്മൾ ആഗ്രഹിക്കണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ. ഈ ഒരു വചനത്തെ ഓർക്ക് ശത്രുത്വം എന്ന് പറയുന്നത് രണ്ടു പേരുടെ ഇടയിലുള്ള അവസ്ഥയാ. അതിനെ എനിക്ക് പിൻവലിച്ചാൽ എന്നിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചാൽ ആ അവസ്ഥ എന്നിൽ യേശു ക്ഷമിച്ചതുപോലെ. യേശുവാണ് പിൻവാങ്ങിയത് അല്ലെ? മുന്നിലുള്ള ശത്രുക്കളൊക്കെ അതുപോലെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം അന്നും ഇന്നും നിൽക്കുന്നുണ്ട് അല്ലെ? ക്രിസ്തുവിനെതിരെയുള്ള ശക്തികൾ ഇന്നും നിൽക്കുന്നുണ്ട്. പക്ഷെ കാൽവരി ക്രൂശിൽ വെച്ച് യേശു എന്ത് ചെയ്തു? ശത്രുത്വം എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിനെ പിൻവാങ്ങി. താങ്ക് യു ലോർഡ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശത്രുത്വത്തെ നമ്മൾ പിൻവാങ്ങുമ്പോൾ വലിയ ആത്മാവിന്റെ ജയം, ഒരുപാട് പിശാചിന്റെ ആയുധങ്ങൾ കാൽ കീഴിലാക്കി വീഴുന്നത് നമുക്ക് കാണുവാനിട വരും. താങ്ക് ഗോഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. റബന ഷിഖറബ. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇവിടെ കൂടി വന്ന ഓരോ ഡിവൈസിന്മേലും അസാധാരണമായ ദൈവകൃപ പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്യന്തമായ ദൈവകൃപ പകരണമേ കർത്താവെ. വലിയ കർത്താവെ, അനോയിന്റിങ് ഇവിടെ ഇമ്പാർട്ട് ചെയ്യപ്പെടണമേ. അസാധാരണമായ വചനത്തെ ക്യാരി ചെയ്യുവാനുള്ള, വചനത്തെ ഒരു കൺസീവ് ചെയ്യുന്നത് പോലെ വചനത്തെ കർത്താവെ ഹൃദയത്തിനകത്ത് അതിനെ ഗർഭം ധരിച്ച് യേശുവെ അതിൽ നിന്ന് ഒരുപാട് കർത്താവെ ദൈവരാജ്യത്തിലേക്ക് ഒരുപാട് ഗ്ലോറിയസ് ആയിട്ട് അത് റിവീൽ ചെയ്യത്തക്ക രീതിയിൽ, അങ്ങനെ ആത്മാവിന്റെ പ്രവൃത്തിയെ ഡെലിവർ ചെയ്യത്തക്ക രീതിയിൽ ദൈവം കർത്താവെ, ദൈവം ഈ ഗ്രൂപ്പിനെ ബ്ലസ് ചെയ്യണമേ. ആത്മാവിന്റെ അഭിഷേകത്തെ നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപകൾ വെളിപ്പെടണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ആം പ്രേയിങ് ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ കൂടി വന്ന ജനത്തിനു മധ്യേ യേശുവിന്റെ രക്തത്താലുള്ള സൗഖ്യം വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. മാത്യു എന്ന് പറയുന്ന ഒരു ബ്രദറുടെ മേലിൽ നിന്ന് ചില ഡയബറ്റിക്കിന്റെ അവസ്ഥ, യേശുവിന്റെ ഇൻബാലൻസ് യേശുവിന്റെ നാമത്തിൽ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഡയബറ്റിക് ഇംബാലൻസ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ ദൈവ സൗഖ്യമാക്കുന്നു. അതുമായി റിലേറ്റഡ് ആയിട്ട് മാത്യു എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ, ആ കർത്താവ് ഒരുപാട് പ്രാവശ്യം തലകറങ്ങി വീഴുക, ഭക്ഷണത്തിന്റെ സമയത്ത് കർത്താവെ അവരെ മാനേജ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഒരു ഭവനത്തെ യേശു സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിനകത്ത് നിന്ന് ആ ബാധ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകാം. ഒത്തിരി മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ഭയങ്കര വിഷമത്തിലാണ്ട് പോയത്, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്നൊരു സൗഖ്യം അവിടെ സംഭവിക്കട്ടെ. റമന ഷീഖ റാരാര ഖാലാമാന ദീഖിരി. എല്ലാവരും അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇതുവരെ ഉത്തരം കിട്ടാത്ത ചില വിഷയത്തിന്മേല് ഇന്ന് കർത്താവെ ഈ രാത്രി സമയത്ത് സ്വർഗം ഉത്തരം അയക്കണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ചില ബ്ലഡ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു പേര് അവരുടെ ശരീരത്തിൽ നിന്ന് മുഴ അപ്രത്യക്ഷമാകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ചില മുഴകള്, ഫൈബ്രോയിഡുകള് യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നീമ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, പരിശുദ്ധാത്മാവിന്റെ വലിയ അനോയിന്റിംഗ് പ്രിയ സിസ്റ്റർ മേൽ വരുന്നതിനായി സ്തോത്ര. നീമ സിസ്റ്റർ മേലെ ഇൻ ദ നെയിം, നീന, ഇൻ ദ നെയിം ഓഫ് ജീസസ്
യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അത്ഭുത കരം കർത്താവെ പ്രിയ കുടുംബത്തിന്മേൽ തൊടുന്നതിനായി സ്തോത്രം. റമന ശിഖ റബബബ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ ഒരുപാട് വർഷം മെഡിസിൻ എടുക്കുന്നവരെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ദൈവമേ, ദൈവം ആ തലമുറയെ തന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരത്തിന് കീഴേൽപ്പിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ചെയ്യ, യേശുവിന്റെ രക്തം ചെയ്യ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം ജയം ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജാക്കബ് ജോർജ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. Thank you, Lord. Thank you, Lord. ചില ദാരിദ്ര്യത്തെ യേശു മാറ്റുന്നു. ചില കുടുംബങ്ങളിൽ നിന്ന് കർത്താവെ പണത്തെ ചോർത്തിക്കൊണ്ടുപോകുന്ന അവസരങ്ങള് യേശുവിന്റെ നാമത്തിൽ ഇല്ലാതെയായി പോകുന്നു. പണം ഇല്ലാതായി പോകുന്ന അവസ്ഥ. എത്ര കിട്ടിയാലും കർത്താവെ ഹോസ്പിറ്റലിൽ എക്സ്പെൻസ്, എത്ര കിട്ടിയാലും മറ്റൊരു സ്ഥലത്ത് എക്സ്പെൻസ് പോവുക, എവിടെയെങ്കിലും ഫൈനെങ്കിലും അടയ്ക്കുക. ഇങ്ങനെ കർത്താവെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. അപ്പാ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവെ, വലിയ പ്രവൃത്തി ഈ കൂട്ടത്തിന് നടുവില് ദൈവം തന്നിരിക്കുക. സ്തോത്രം. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, വർഷിപ്പ് ചെയ്ത പ്രിയ ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ വലിയ ആത്മീക അനോയിന്റിങ് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രത്യേകമായ ദൈവിക അനോയിന്റിങ്ങിനാൽ നിറയ്ക്കണമേ. വചനം കർത്താവെ, പ്രിയ ദേവദാസിനെ, റിജി കോശി ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ കുടുംബമായി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ മിനിസ്ട്രിയിൽ കർത്താവെ വലിയ രാജ്യത്തിന്റെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, കാനഡ കർത്താവിനെ കാണിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാനഡ, ഐ ഡോണ്ട് നോ പാസ്റ്റർ, കാനഡയുമായിട്ട് റിലേറ്റഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗോഡ് ഷോയിങ് മീ കാനഡ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്ര. കാനഡ കർത്താവ് കാണിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ റഖ ഭാബ ഭാബ ശഖറല ഖറബ ബാബ ശിരരര ഖല ഭാല ഭാല ഭാല. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പാസ്റ്റർ അനീഷ് പാസ്റ്റർ, ദൈവത്തിന്റെ ആത്മാവ് കൃത്യം പറയുന്നു, ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ വലിയ ആത്മാവിന്റെ അനോയിന്റിങ് പ്രിയ പാസ്റ്റർ നടുവിൽ കാണുവാനിട വരും. ഈ എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ചില ആത്മ സാന്നിധ്യങ്ങൾ വെളിപ്പെടുന്ന ദിവസങ്ങൾ മുന്നിലിരിക്കുന്നു. ചെറിയ കൂട്ടങ്ങളാണെങ്കിൽ എഴുന്നേറ്റ് പോകാൻ കഴിയാത്തത്ര ആത്മ സാന്നിധ്യത്തെ ദൈവം റിലീസ് ചെയ്യുന്ന പ്രാർത്ഥന കൂട്ടായ്മകള് ഈ വരും ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവം അത് ചെയ്യുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ അപ്പ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്ര. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. ആലിസ് തോമസ് സിസ്റ്റർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തില് റമനാശി വീടുമായി ബന്ധപ്പെട്ട്, ചില പ്ലോട്ടുമായി ബന്ധപ്പെട്ട്, സ്ഥലവുമായി ബന്ധപ്പെട്ട്, I don't know, something God is happened to do you. ചില പ്ലോട്ടുമായി റിലേറ്റഡ് ആയി, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വീട് വെക്കുന്ന കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾക്കാണോ ആർക്കാണോ എന്ന് എനിക്കറിയത്തില്ല. ദൈവം ചില കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം. ഒരുപാട് നാളായി സെർച്ച് ചെയ്തിട്ട് ആൻസർ കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉത്തരം തരുന്നു. ചിലത് കർത്താവ് ചില കൺഫർമേഷൻ, സ്പിരിച്വൽ കൺഫർമേഷൻ ഈ ദിവസങ്ങളിൽ തരുന്ന ദിവസമായി മാറുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ റമന ഷീഖ റാബാ ബാബ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, 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 താങ്ക് യു ജീസസ്. അനീഷ് എന്ന് പറയുന്ന പേർ എനിക്കറിയത്തില്ല, പ്രിയ കുടുംബത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അനീഷ് എന്ന് പറയുന്ന പേർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ആ പേരുമായി ബന്ധപ്പെട്ട് ദൈവം കർത്താവെ പുതിയ വാതില് ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. യേശുവെ, അങ്ങയുടെ ആത്മാവ് പറയുന്നത് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഞങ്ങളുടെ വായല്ലോ കൽപ്പിക്കുന്നത് യഫ്ഫഥ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു. ഹീലിംഗ് ഉണ്ടാകട്ടെ, കർത്താവ് സംഭവിക്കട്ടെ.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ടെസ്റ്റിമണി ഒക്കെ നമ്മളെ കേൾപ്പിച്ചു. ഐ നോ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് ടൈം വിട്ടാണ് പലരും ലീവ് ചെയ്തു. ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ടൈം ഐ ആസ്ക് പാസ്റ്റർ ഹരീഷ് to pray and conclude the message. I conclude this session with benediction. Thank you. God bless us all. പ്രത്യേക നന്ദി ഷൈനി സിസ്റ്ററോട് അറിയിക്കുന്നു. എനിക്കറിയാം ജോയ്സ് ജേക്കബ് സിസ്റ്റർ സമയമെടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേക വേദികൾ ഈ ദിവസങ്ങളിൽ വീണ്ടും ഒരുക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണാപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രാർത്ഥനയുടെ, ആരാധനയുടെ, തിരുവചന കഴിവിയുടെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ പ്രാർത്ഥനാ സംഗമം നടത്തുന്നതിന്, അതിൽ പങ്കാളികളാകുന്നതിന് അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇരുന്ന് ഒരുമിച്ച് വന്ന് ഐക്യമത്യത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഈ ജയറാമൻ ശ്രീ പ്രേരണ ഞങ്ങൾ ഓർക്കുന്നു. കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഇത് ശക്തമായ രീതിയിൽ നടത്തുന്നതിന് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിന് നേതൃത്വം കൊടുക്കുന്ന ജോയ് സിസ്റ്ററേയും കുടുംബത്തെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. ആവശ്യമായ എല്ലാ നന്മകളും തുടർന്ന് നൽകുന്നതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് തിരുവചനം സംസാരിച്ച് അവിടുത്തെ ദാസിയെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. വന്ന വഴികളിലെല്ലാം കർത്താവിൻ്റെ കൃപ ധാരാളമായി നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയ ഒരു വിളവെടുപ്പിന് വേണ്ടി അവിടുന്ന് ഒരുക്കി കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ തുടർന്ന് ചെയ്യുന്നതിന് കുടുംബമായി അവരെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട എല്ലാ വചനത്തിനായി സ്തോത്രം. കർത്താവ് ഈ വചനം ഞങ്ങൾ കേൾക്കുക മാത്രം ചെയ്യാൽ അത് ശക്തിയോടുകൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് അനേകം ഫലം കായ്ക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. സകല വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മേലും കർത്താവ് ജയം പ്രാപിച്ചു. ആ ജയത്തിൽ ഞങ്ങളും ജയാളികളായി കർത്താവിനോടൊപ്പം ജയാളികളായി ദിനംതോറും ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ക്രൂശിൽ ശത്രുക്കളെ ഇല്ലാതാക്കിയില്ല, ശത്രുത്വം ഇല്ലാതാക്കി. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് പറയുന്നെങ്കിൽ അവരെയെല്ലാം മിത്രങ്ങളാക്കി ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയും സത്യവും നിറഞ്ഞവരായി ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചെങ്കിൽ ഞങ്ങളും കൃപയും സത്യവും നിറഞ്ഞവരായി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഗാനങ്ങൾ ആലപിച്ച ആ സഹോദരനായ സ്തോത്രം, അതുപോലെ തന്നെ ഇന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കായി സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ ഇന്ന് ഇപ്പോഴായിരിക്കുന്ന എല്ലാവരെയും വ്യക്തികളായി കുടുംബങ്ങളായി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരും പോകുന്ന സാഹചര്യങ്ങളെ കർത്താവ് അറിയുന്ന ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിപ്പാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ഒരു പടി കൂടെ അടുത്ത് ജീവിക്കുന്നതിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകമായിട്ട് റാന്നിയിലും മറ്റു പ്രദേശങ്ങളിലും മഴയും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ ഇരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവിടെയെല്ലാം കർത്താവ് ഒരു വിടുതലും നീക്കുപോക്കും നൽകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് പ്രത്യേകമായിട്ട് രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. അവർക്കും ആവശ്യമായ എല്ലാ നന്മയും സമാധാനവും സകല സമാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം തന്നെ അവർക്ക് സമാധാനം നൽകുന്നതിനാൽ സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ഈ പ്രാർത്ഥന കഴിഞ്ഞു എന്ന് കണ്ട് ഞങ്ങൾ പോവുകയല്ല, പ്രാർത്ഥനയിൽ തന്നെ നിലനിൽക്കുന്നതിന്, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതിന്, കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിലനിൽക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് തുടർന്ന് സഹായിക്കണം. കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ശത്രുവേ ഉള്ളൂ, അന്ധകാരത്തിൻ്റെ ആ ശക്തികളോട് എപ്പോഴും പടപൊരുതുന്നതിന്, കർത്താവിൻ്റെ ആ കൃപയിൽ ശക്തിയാൽ നിറഞ്ഞ് എപ്പോഴും ഇരുട്ടിൻ്റെ ശക്തികളോട് യുദ്ധം ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകൾക്കായി സ്തോത്രം. പറഞ്ഞു തീരാത്ത കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമുക്ക് നൽകിയ പ്രാർത്ഥനയുടെ നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് തക്ക സമയത്ത് നമുക്ക് ഉത്തരവഹിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് നമ്മെ എപ്പോഴും കർത്താവിനോടൊപ്പം ജയാളികളായി കൃപയും സത്യവും നിറഞ്ഞവരായി നടത്തുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ,
ആശ്വസിപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധ സഹവാസം നാം എല്ലാവരോടും, നാം ഓർത്ത പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, ഇന്ന് തിരുവചനം സംസാരിച്ച ആ സഹോദരിയോടും കുടുംബത്തോടും നാം എല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.